വെൽനസ് വെൽനസ് ക്ലിനിക്ക്, വെൽനസ് സെൻറ്റർ എന്നൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ കൂണ് പോലെ ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട്. ഇന്നിപ്പോൾ അതിനെ പൊതുവെ നമ്മൾ പറയുന്നത് വെൽനസ് സെൻറ്റർ എന്ന വെൽനസ് ക്ലിനിക്ക് ഉള്ള ആ ഒരു ഘട്ടം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെൽനസ് ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഇൻഡസ്ട്രി ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ ഇൻഡസ്ട്രി എന്നുള്ള വെൽനസ്സും ഹെൽത്തുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. പക്ഷെ എന്നാലും നമ്മളിപ്പം അതിനെ ഉപയോഗിക്കുന്ന വാക്ക് ഇൻഡസ്ട്രി എന്ന് തന്നെയാണ്. അപ്പോൾ വെൽനസ് ഇൻഡസ്ട്രി അതിൻ്റെ മൂല്യം അത് നോക്കുകയാണെങ്കിൽ, ഞാനിതൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനായിട്ട് ഉണ്ടെന്ന് കുറച്ച് ഗ്രാഫിക്സും കണക്കുകളൊക്കെ ഉള്ളതുകൊണ്ട്, കാരണം ഡേറ്റ വെച്ച് വേണമല്ലോ ഇപ്പം പറയാൻ. നമ്മളിപ്പം ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, അപ്പോൾ അതിന് എപ്പോഴും കണക്ക് വെച്ച് പറയുമ്പോഴാണ് നമ്മളെപ്പോഴും അത് കൃത്യത ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അത് ഇപ്പോൾ പറയുന്നത് വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയിൽ പെട്ടെന്ന് വളരെ വലിയ തോതിൽ വളർച്ച സിദ്ധിച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ പറയുന്നത് 256 ബില്യൺ. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 കോടിയോ 100 കോടിയോ കാണും. 100 കോടി, ഒരു ബില്യൺ 100 കോടി. അപ്പോൾ ഒരു ബില്യൺ 100 കോടി. അപ്പോൾ 269 ബില്യൺ ഡോളറാണ് ഈ ഇതിൻ്റെ ഏകദേശം മൂല്യം. അത്രയും മൂല്യത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. അപ്പം നമ്മൾ കാണുന്നത്, നമ്മളിപ്പോൾ ഒരു വെൽനസ് ക്ലിനിക്ക് കണ്ടില്ല എന്ന് വെച്ചുകൊണ്ടൊന്നും അല്ല, ഇത്രയ്ക്കധികം ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനിപ്പം സർക്കാരും മറ്റ് സംഘടനകളൊക്കെ സമീപിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ വെൽനസ് ബിസിനസ് അല്ലാത്തൊരു മേഖലയുണ്ട്, അതിന് അവസാനം പറയാം. രണ്ടാമത്തെ വേറെന്നുള്ളത്, ഈ ഒരു ബിസിനസ് നിലനിൽക്കണമെങ്കിൽ അതിന് വളർച്ച ഉണ്ടാവണം. ഈ വളർച്ചയ്ക്കൊരു സ്കെയിലുണ്ട്. അത് കാണുന്നത് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്നാണ്. അതിന് ചുരുക്കി പറഞ്ഞാൽ CAGR എന്ന് പറയുന്നത്. അത് വെൽനസ് ഇൻഡസ്ട്രിക്ക് ഇപ്പോൾ 5%. 5%, ഓരോ കൊല്ലവും 5% വെച്ച് വികസിക്കുന്നുണ്ട്. 5ൽ കൂടുതൽ വികസിക്കുന്ന ബിസിനസ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ വെൽനസ് 5% വെച്ചാണ് വികസിക്കുന്നത്. അത് ഓരോ തരത്തിലുള്ള ചിന്തകൾ മനസ്സിലുണ്ടാകുമ്പോൾ അത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ നമുക്കിപ്പോൾ ഉറപ്പായ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ മൂല്യം, അതിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. 2, അത് തീർച്ചയായിട്ടും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ ഇക്കൊല്ലം മെച്ചമാണ്, ഇക്കൊല്ലത്തിനേക്കാൾ അടുത്ത കൊല്ലം മെച്ചമാണ്. 2040 വരെ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതും ഏറെക്കുറെ കണക്കുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്സാണ്. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പറഞ്ഞതല്ല, പക്ഷേ അങ്ങനെയാണ് അതിൻ്റെ രീതി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മറ്റൊന്നുള്ളത്, ഈ എന്തുകൊണ്ടാണ് ഈ വെൽനസ് ഇൻഡസ്ട്രിക്ക് ഒരു ബൂസ്റ്റ് കിട്ടിയെന്നുള്ളതാണ്. അത് പല കാരണങ്ങളുണ്ട്. സാമൂഹികമായിട്ടുള്ള കാരണമുണ്ട്, രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, പിന്നെ ആളുകളുടെ ധാരണകൾ ഉണ്ടാക്കിയെടുക്കുന്ന നറേറ്റീവുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബോധത്തിൻ്റെ അകത്ത്, നേരത്തെ ഇപ്പോൾ മാഡം പറഞ്ഞ മാതിരി അക്ഷയ തൃതീയ അങ്ങനെ ഒരെണ്ണം ഇല്ലല്ലോ. പക്ഷെ അതൊരു ബോധ്യത്തിൻ്റെ, നമ്മുടെ പൊതുബോധത്തിൻ്റെ അകത്തേക്ക് അത് കടത്തി വിട്ടു എന്നുള്ളതാണ്. ഒരുതരം വാക്സിനേഷൻ മാതിരിയാണ്, ഒരു ഇനോക്കുലേഷൻ മാതിരി. അതിൻ്റെ അകത്തേക്ക് കടത്തി വിട്ട് കഴിയുമ്പം അത് നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചോളും. അപ്പോൾ അമ്മാതിരി ഒരു സിസ്റ്റം അതിൻ്റെ അകത്തും വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് വെൽനസ് ഇൻഡസ്ട്രി ഇപ്പം വികസിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അതിനൊരു ബൂസ്റ്റ് കിട്ടും. അപ്പോൾ ഈ വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആരോഗ്യം എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണാൻ തുടങ്ങി. ആരോഗ്യം എന്നുള്ളത് വലിയൊരു കാര്യമാണെന്നും അതിന് നമ്മൾ പണം ചെലവാക്കണമെന്നും അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം എന്നുമൊക്കെ ഉള്ളൊരു പൊതുധാരണ വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ആരോഗ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ അത്ര സമയം ചിലവാക്കുന്നില്ല. പലർക്കും എന്താണ് ആരോഗ്യം എന്ന് ഇപ്പോൾ നമ്മളെല്ലാവരും ഓരോരുത്തരും പറയാൻ പറഞ്ഞാൽ ഓരോരുത്തരും ഓരോന്നായിരിക്കും പറയുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നതിൻ്റെ അകത്ത് കുറച്ച് ശരിയുണ്ടാവും. പക്ഷെ പൊതുവെ എല്ലാം കൂടെ നമുക്ക് പറയാൻ മൂർത്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഹെൽത്ത് എന്നാണ്. വെൽനസ് എന്ന് പറഞ്ഞത് ഹെൽത്ത് അല്ല, എന്ത് വ്യത്യാസമുണ്ട്. പക്ഷെ ആരോഗ്യം ഇല്ലെങ്കിൽ ഹെൽത്ത് ഇല്ല, ഹെൽത്ത് ഉണ്ടെങ്കിൽ വെൽനസ് ഉണ്ടാവണമെന്നൊന്നുമില്ല. വെൽനസ് എന്ന് പറയുന്ന ഒരു സങ്കല്പം കൂടെയാണ്. വെൽനസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നമുക്ക് ഇന്ന് കൊള്ളാം, സ്വാസ്ഥ്യം എന്ന് മലയാളത്തിൽ പറയാം. അതാണ് കുറച്ചുകൂടെ വെൽനസ്സുമായിട്ട് ചേർന്ന് വരുന്ന വാക്ക്. അതുണ്ടാവണം എന്നുള്ളതാണ്. അത് നമ്മുടെ വളരെയധികം സബ്ജക്റ്റീവായിട്ടുള്ള ഒരു വികാരം കൂടെ അതിൻ്റെ അകത്തുണ്ട്. അതിന് മെഷർമെൻ്റ് ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അളന്നെടുക്കാൻ പറ്റും. അപ്പോൾ അതിനപ്പുറം എൻ്റെ സബ്ജക്റ്റീവായിട്ടുള്ള, എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു മൂല്യമാണ് ഈ വെൽനസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ രീതിയിലും കൂടെ ഒരു ഘടകമുണ്ട്. അതുകൊണ്ടാണ് ആളുകൾക്ക് വെൽനസ്സിലേക്കുള്ള ഒരു താല്പര്യം വന്നേക്കുന്നത്. അപ്പോൾ വെൽനസ് എന്ന് പറയുന്നത് ഒരു ഗോളാണ് എന്ന് പറയുന്നത്, ഒരു ബീയിങ് ഹെൽത്തി. ഞാൻ ഇന്ന് ആരോഗ്യവാനാണോ എന്നുള്ള എനിക്ക് ഇന്ന് ആരോഗ്യമുണ്ടോ, എൻ്റെ ഈ ആരോഗ്യം
കുറേ നാളത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ, സുസ്ഥിരമായിട്ട് നിലനിർത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ആശങ്കയിൽ നിന്നാണ് ഈ വെൽനസ് ഉണ്ടായി വന്നിരിക്കുന്നത്. അങ്ങനെയാണ് പതുക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വെൽനസ് നമ്മളിപ്പോൾ പറയുന്നത്, ഇപ്പോൾ ആൾക്കാരുടെ പൊതുധാരണ എന്ന് പറഞ്ഞാൽ വെൽനസ് ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. അത് ആരോഗ്യം എന്ന് പറയുന്നത് അത്ര ആക്റ്റീവ് അല്ല എന്ന് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നു. എനിക്ക് സൂക്കേട് അസുഖങ്ങളൊന്നുമില്ല, എനിക്ക് ശരീരമൊക്കെ പ്രവർത്തിക്കും, നടക്കാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് നല്ല ആരോഗ്യവാനാണെന്ന് പറയും. പക്ഷെ നിങ്ങൾ വെൽനസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരുപാട് ഘടകങ്ങൾ വരും. നമ്മൾ ആരോഗ്യത്തിൻ്റെ അകത്ത് ചേർക്കാത്ത ഒരുപാട് കാര്യങ്ങളും കൂടെ ചേർക്കും. നമ്മുടെ ന്യൂട്രീഷൻ, എൻ്റെ കഴിക്കുന്ന ആഹാരം, ഞാൻ കഴിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ കഴിക്കുന്ന ആഹാരമൊക്കെ പറ്റുമോ, അതിനകത്ത് വിഷമുണ്ടോ, അത് ഓർഗാനിക് ആണോ അല്ലയോ, അല്ലെങ്കിൽ എനിക്ക് ഉറക്കമുണ്ടോ, മറ്റുള്ള ആൾക്കാരോട് ഇടപെടുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇമാതിരിയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടെ ചേർത്താണ് ഞാനൊരു വെൽനസ് എന്നുള്ള സങ്കല്പം എൻ്റെ മനസ്സിലുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ബിസിനസ്സായിട്ട് നമ്മൾ മാറ്റുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലും പ്രത്യേകിച്ചും ആരോഗ്യകരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരിലാണ് ഈ ആശങ്ക കൂടെ ഉണ്ടാകുന്നത്. അവർക്കൊക്കെ ആരോഗ്യത്തിനെ സംബന്ധിച്ചിടത്തോളം, ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. ഈ ഇൻസെക്യൂരിറ്റിയാണ് വെൽനസ് ഇൻഡസ്ട്രിയുടെ നട്ടലെന്ന് പറയുന്നത്. ഇമാതിരിയുള്ള ഒരു ആശങ്ക, ആ തരത്തിലുള്ളൊരു ആശങ്കയും കൂടെയുണ്ട്. എല്ലാ തരത്തിലുള്ള ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണല്ലോ ഈ ആറ്റുകാൽ ആയാലും എൻട്രൻസ് എക്സാമിനേഷൻ ആയാലും ലോട്ടറി ആയാലും, ഇതെല്ലാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകം ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയും അതിനെക്കുറിച്ചുള്ള ആശങ്കയുമാണ്. ഇത് രണ്ടും വെൽനസ് ഇൻഡസ്ട്രിയിലും പ്രവർത്തിക്കുന്നുണ്ട്. നാളെ എന്താകും എന്നുള്ളത്, നാളെ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെയുള്ള. ഇപ്പോൾ എനിക്ക് BP കൂടുതലാണെന്ന് സങ്കല്പിക്കുക. ഞാൻ BP കൂടുതലാണെന്ന് പറയുമ്പോൾ ഞാൻ സാധാരണഗതി ചെയ്യാൻ പോകുന്ന ഡോക്ടറെ പോയി കാണും. അദ്ദേഹം എനിക്കൊരു മരുന്ന് തരും, നിങ്ങൾക്ക് 5 മില്ലിഗ്രാം അമിലോഡിപ്പിൻ കഴിച്ചാൽ മതി, ശരിയാകും എന്ന് പറയും. ഞാൻ 5 മില്ലിഗ്രാം അമിലോഡിപ്പിൻ ദിവസം കഴിക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ BP ഒക്കെ നോർമലായി. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തിനെ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ശകലം BP ഉണ്ട്, ഇപ്പോൾ അടുത്ത കാലത്തോട്ട് ഞാൻ ഡോക്ടറെ കണ്ടു, 5 മില്ലിഗ്രാം അമിലോഡിപ്പിൻ കഴിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയുന്നത് എന്താണ്, അതൊന്നും കഴിക്കരുത്, ഭയങ്കര കുഴപ്പമാണ്, അത് കഴിച്ചിട്ട് മരിച്ചു പോകും, അത് കഴിച്ചാലും മരിക്കും പ്രായമാകുമ്പോൾ. പക്ഷെ അങ്ങനെയില്ല, ഇത് റിസ്ക്കാണ്, നിങ്ങൾ അതുകൊണ്ട് ഇത് കഴിക്കാതെ കുറച്ചുകൂടെ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് കഴിക്കുമെന്ന് പറയും. അവിടെയാണ് ഇയാളെ ഹെൽത്തിൽ നിന്നും വെൽനസ്സിലേക്ക് വഴിതിരിച്ചു വിടുന്നത്. അയാൾ ഈ മരുന്ന് നിർത്തിയിട്ട് മറ്റെന്തെങ്കിലും സാധനം കഴിക്കാൻ തുടങ്ങും, എന്തെങ്കിലും ഒറ്റമൂലികളോ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കും. BP കൂടിയിരിക്കും. അവർക്ക് BP കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ധാരണ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? 2 കാരണങ്ങളാണ്. ഒന്ന്, ഹൈ BPക്ക് സിംറ്റംസ് ഒന്നും, രോഗലക്ഷണങ്ങളൊന്നുമില്ല. 2, ഹൈ BP എപ്പോഴും വിനാശകരമാണ്. ഒരു 10 കൊല്ലം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകും. 50% പേർക്ക് BP ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഗൗരവമുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാകും എന്നുള്ളതിന് കണക്കുകൾ വിശ്വസിക്കാമെങ്കിൽ കണക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ അവർക്ക് തകരാറുണ്ടാകും. അപ്പോഴാണ് അടുത്ത ഘട്ടം വെൽനസ്സിലേക്ക് പോകും. അപ്പോഴും ഈ നമ്മുടെ ബിഹേവിയർ കറക്റ്റ് ചെയ്തില്ല, അടുത്ത ഘട്ടം മറ്റൊരു തരം വെൽനസ്സിൻ്റെ സാധ്യതയിലേക്ക് അന്വേഷിച്ച് പോകുന്നു എന്നുള്ളതാണ് ഈ വെൽനസ്സിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഓപ്റ്റിമൽ ഹെൽത്ത്, അല്ലെങ്കിൽ ഓപ്റ്റിമലായിട്ടുള്ള സന്തോഷം, ഓപ്റ്റിമലായിട്ടുള്ളൊരു സ്വാസ്ഥ്യം, ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വെൽനസ് എന്നുള്ള കാഴ്ചപ്പാടുകളും അതിൻ്റെ ഇൻഡസ്ട്രികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇനി എന്താണ് വെൽനസ് എന്നുള്ള ലോകാരോഗ്യ സംഘടന ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല, പക്ഷെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഈ ഓപ്റ്റിമൽ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് അത് വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്ക്, സമൂഹത്തിനും ചേർന്നിട്ട്. അപ്പോൾ ഞാനൊരു വ്യക്തിയാണ്, വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹെൽത്താണ്. പക്ഷെ ഞാൻ സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെയും എനിക്ക് ആരോഗ്യകരമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നുണ്ടെങ്കിലാണ് വെൽനസ് ഉണ്ടാകുന്നത്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ കാണിപ്പിച്ചിരിക്കാൻ പറ്റണം, അവരോടൊപ്പം സമയം ചിലവാക്കാൻ പറ്റണം, വേണമെങ്കിൽ ഒരു സോഷ്യലൈസ് ചെയ്യാൻ പറ്റണം, യാത്ര ചെയ്യാൻ പറ്റണം, ഇങ്ങനെയൊക്കെയുള്ളതിൻ്റെ അകത്ത് എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റണം. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഈ ലോകാരോഗ്യ സംഘടന വെൽനസ്സായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണോ നമ്മുടെ വെൽനസ് ഇൻഡസ്ട്രി വെൽനസ്സായിട്ട് കാണുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അതാണ്. അതുകൊണ്ട് തന്നെ ഈ വെൽനസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് എല്ലാ ഘടകങ്ങളുണ്ട്. ഈ സാമൂഹ്യമുണ്ട്, നമ്മുടെ വിശ്വാസങ്ങളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ടുള്ള ഓരോ കാര്യത്തിനും നമ്മൾ അതിൻ്റെ ഡേറ്റ, അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും അത് വ്യക്തമായിട്ട് നമ്മൾ ശരിയായ രീതിയിൽ നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ വെൽനസ് കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് വെൽനസ് ഇൻഡസ്ട്രിയുടെ ചില പിടുത്തത്തിൻ്റെ അകത്തേക്ക് നമ്മൾ പെട്ടുപോകുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ വെൽനസ് ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ ഊർജം,
ഈ എന്ത് ഇൻഡസ്ട്രി ആയാലും അതിനെ ഡ്രൈവ് ചെയ്യുന്നതിനൊരു ഒരു ശക്തി വേണമല്ലോ, ഒരു ഊർജ്ജം വേണം. വെൽനസ് ഇൻഡസ്ട്രിക്ക് ഇങ്ങനെ കുറച്ച് ഊർജ്ജം അതിൻ്റെ പിന്നിലുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തിക്കുന്ന പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം വർദ്ധിച്ചു വരുന്ന ആരോഗ്യത്തിനെ പറ്റിയുള്ള ഒരു ആങ്സൈറ്റി, ഒരു ആകുലത, ഉത്കണ്ഠയുണ്ട്. എൻ്റെ ആരോഗ്യം എന്ത് പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ഭയം ഒത്തിരി പേർക്കുണ്ട്. ഒത്തിരി പേര് അത് പങ്കുവെക്കുന്നുമുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് കാഷ്വലായിട്ട് സംസാരിക്കുന്ന പല സ്ഥലങ്ങളിലും ആരോഗ്യത്തിനെ പറ്റിയും എന്തെങ്കിലുമൊക്കെ ഭയം, അത് പക്ഷാഘാതത്തിനെ പറ്റിയായിരിക്കാം, ക്യാൻസറിനെ പറ്റിയായിരിക്കാം, അതൊക്കെയാണ് കൂടുതലുണ്ട്. ഡയബറ്റീസിനെ പറ്റി, പ്രമേഹം, രക്തസമ്മർദ്ദം, ഇമാതിരിയുള്ള ആസ്മ, ഇങ്ങനെയുള്ള മദ്യപാനം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ആശങ്കകളുണ്ട്. ഈ ആശങ്കകളാണ് പലപ്പോഴും അവർ വെൽനസ് ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നത്. ഒരു പക്ഷേ അതിനൊരു കാരണം നമ്മുടെ ആരോഗ്യ സംവിധാനം ഇതൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടെ കൊണ്ടായിരിക്കാം. ഉദാഹരണത്തിന് ആരോഗ്യത്തിലേക്ക് നമ്മുടെ സർക്കാരുകൾ ചിലവാക്കുന്ന, ഇൻവെസ്റ്റ് ചെയ്യുന്ന, നിക്ഷേപിക്കുന്ന തുക പര്യാപ്തമല്ല. ഇപ്പോൾ നമ്മുടെ GDP-യുടെ 1% ആരോഗ്യത്തിലേക്ക് നിക്ഷേപിക്കുന്നത്. അത്രയും പോരാ. മറ്റു രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ചൈന 7%, അമേരിക്ക 13% ഒക്കെയാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ കൂടുതൽ നിക്ഷേപം ആവശ്യമുണ്ട്. അപ്പോഴാണ് ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളും ഇമോഷണൽ രോഗങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് കൂടുതൽ നിക്ഷേപം ഉണ്ടാക്കുക, കൂടുതൽ ആരോഗ്യ കേന്ദ്രങ്ങൾ കെട്ടിപ്പടുക്കുകയും ചെയ്യണം. അതിൻ്റെ അകത്ത് തന്നെ കോൺഫിഡൻഷ്യാലിറ്റിയൊക്കെ വരണം. ഇപ്പം നമ്മളൊരു ഏതെങ്കിലും സർക്കാരിൻ്റെ ഒരു റൂറൽ ഡിസ്പെൻസറിയിലൊക്കെ പോകുകയാണെങ്കിൽ വലിയ ആൾക്കൂട്ടമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ കാലം മാറി. ഈ 50-60കളിലൊക്കെ കേരളം ആൾക്കൂട്ടത്തിൻ്റെ ലോകമായിരുന്നു. ഒരാൾ പ്രസംഗിക്കാൻ വരുന്നെന്ന് പറഞ്ഞാൽ ആ മൈതാനം മുഴുവൻ ആൾക്കാർ വരും. അങ്ങനൊരു കാലം നമുക്കുണ്ടായിരുന്നു. സിനിമയിലൊക്കെ പോയി കഴിഞ്ഞാൽ തിയേറ്ററിലൊക്കെ വലിയ ആൾക്കൂട്ടമാണ്, ഉത്സവപ്പറമ്പുകളിൽ ആൾക്കൂട്ടമാണ്. ഈ ആൾക്കൂട്ടത്തിൻ്റെ കാലം കഴിഞ്ഞിട്ട് ടെക്നോളജി വന്നപ്പോൾ നമ്മൾ ആളില്ലാത്ത കാലത്തേക്ക് വന്നു. ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ, ഒരു സമ്മേളനം വിളിച്ചാൽ 100 പേര് കിട്ടുകയാണെങ്കിൽ വലിയ കാര്യമാണ്. 100 പേര് അവർ തന്നെ സന്ധ്യ കഴിയുമ്പോൾ പിന്നെ ഇരിക്കത്തില്ല. 8 മണിയാകുമ്പോൾ അവരൊക്കെ വീട്ടിൽ പോകും. കാര്യം അവർക്ക് മറ്റും രീതിയിലുണ്ട് ഇത് ഈ അറിവുകൾ, ഈ ഇൻഫർമേഷൻ കിട്ടാനായിട്ട്. ആൾക്കൂട്ടം ഇല്ലാത്ത കാലത്തിലേക്ക് പോയി കഴിയുമ്പം ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന ആശുപത്രികൾ ആൾക്കാർ അകന്നു പോകും. അവിടെ ഈ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഒരു രോഗിയെ നോക്കാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ 3 മിനിറ്റാണ് എനിക്ക് കിട്ടുന്നത് ഒരു രോഗിയെ നോക്കാൻ. അതിൻ്റെ അകത്ത് അയാൾക്ക് ആ രോഗിക്കുള്ള ആകുലതകൾ, ആശങ്കകളൊക്കെ എന്നോട് പറഞ്ഞ് ചർച്ച ചെയ്യാനായിട്ടുള്ള സമയം ഒരു ആശുപത്രിയിലും കിട്ടത്തില്ല. നിങ്ങൾ ആശുപത്രികളിൽ പോയി കണക്കെടുത്താൽ കിട്ടും, അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് കൺസൾട്ടേഷന് പോകണം. അതും ബുദ്ധിമുട്ടാണ്. ബിസി ആയിട്ടുള്ള ഡോക്ടറുടെ കൺസൾട്ടേഷന് പോയി ഇരിക്കാനും പ്രയാസമാണ്. അപ്പോഴാണ് ഈ വെൽനസ് സെൻറ്റർ വരുന്നത്. വെൽനസ് സെൻറ്ററിൽ ഫേസ് ടു ഫേസ് ആയിട്ട് ഒരാൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളെപ്പോലുള്ള ബാക്കിയുള്ളവർ അവിടെ ഓപ്പൺ സ്പേസിലുണ്ട്, അവരുമായിട്ട് സംസാരിക്കാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാം. എക്സർസൈസ് ചെയ്യാം, വെള്ളം കുടിക്കാം, പിന്നെ പലതരത്തിലുള്ള പാനീയങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ചർച്ചകളുണ്ട്. പിന്നെ ഈ ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളും ഇമെയിൽ ഗ്രൂപ്പുകളും ഒക്കെ അവർ ഉണ്ടാക്കി തരും. പല പ്രോഡക്റ്റുകൾ നമ്മളെ പരിചയപ്പെടുത്തി തരും. ഇങ്ങനൊരു വലിയൊരു കൂട്ടായ്മ, അതൊരു ആൾക്കൂട്ടം തന്നെയാണ്. പക്ഷേ അത് ഈ കൂട്ടായ്മയാണ്, ഒരു ഓൺലൈൻ കൂട്ടായ്മയാണ്. അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ആരോഗ്യ സംവിധാനം വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ വഴങ്ങുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വെൽനസ് ഇൻഡസ്ട്രിയുടെ ശക്തി കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും. അത് വെൽനസ്സിൽ തന്നെ ഒതുക്കി നിർത്താനായിട്ടും ഈ ഇൻഡസ്ട്രി അതിൻ്റെ മുന കുറച്ച് കുറയ്ക്കാനായിട്ട് ഒരുപക്ഷെ സാധിച്ചേക്കാം. പക്ഷെ അത് ചിന്തിക്കേണ്ട വിഷയമാണ്, കൂടുതൽ പഠിക്കേണ്ട വിഷയമാണ്. അതിപ്പം അങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ ഡേറ്റ ഇല്ല. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല, ആരും പഠിക്കുന്നില്ല അങ്ങനത്തെ ഒരു വിഷയം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം വർദ്ധിച്ചു വരുന്ന വരുമാനം. ഇപ്പോൾ 60-70 ഉണ്ടായിരുന്നതിനേക്കാളും ഇപ്പോൾ വരുമാനം ധാരാളമായിട്ട് കൂടിയിട്ടുണ്ട് ആൾക്കാർക്ക്. ഈ വർദ്ധിച്ചു വരുന്ന വരുമാനം കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ല, ഒരുപാട് പേർക്ക് വരുമാനം കുറഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ 10-15 കൊല്ലത്തിൻ്റെ അകത്ത് വരുമാനം കുറഞ്ഞ ഒരു വിഭാഗം ആൾക്കാർ ഇന്ത്യയിലുണ്ട്. പക്ഷെ വരുമാനം കൂടിയ ആൾക്കാരുണ്ട്. ആ വരുമാനം കൂടിയ ആൾക്കാർ, ഡിസ്പോസിബിൾ ഇൻകം ഉള്ള ആൾക്കാർ, അവർ ഒരു പരിധിവരെ ഇമാതിരിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സൗഖ്യം എന്നുള്ള ഒരു ആശയത്തിന് വേണ്ടി ചിലവാക്കാം. അത് പലപ്പോഴും വസ്ത്രം വാങ്ങിക്കാനാവാം, എക്സർസൈസിന് വേണ്ടിയാകാം, ന്യൂട്രീഷന് വേണ്ടിയാകാം, ഇങ്ങനെയൊക്കെ ചിലവാക്കുന്നുണ്ട്. ഈ ചിലവാക്കുന്നതാണ് ഈ വെൽനസ് ഇൻഡസ്ട്രിക്കുള്ള മറ്റൊരു മുതൽക്കൂട്ടം എന്ന് പറയുന്നത്. അതാണ്. ഇനി വേറെന്നുള്ളത്, മൊത്തത്തിലുള്ള ഈ വെൽനസ് എന്ന് പറയുന്നത് ആരോഗ്യ സംവിധാനം കൊണ്ട് ഒതുക്കത്തില്ല. എനിക്ക് രോഗമുണ്ടെങ്കിൽ ചികിത്സിച്ചാൽ എനിക്ക് വെൽനസ് കിട്ടത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരുടെ വിചാരം ഒരു ഹോളിസ്റ്റിക് ആയിട്ട് എല്ലാം ചെയ്യണം. അപ്പോൾ അവരുടെ വിചാരം ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ
കുറച്ച് ആധുനിക ചികിത്സ, കുറച്ച് ആയുഷ് ചികിത്സ, കുറച്ച് ഒറ്റമൂലി, കുറച്ച് ഹെർബൽ ടോണിക്കുകൾ, ഡിക്കോക്ഷനുകൾ, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഹോളിസ്റ്റിക് എന്നുള്ളൊരു ധാരണയുണ്ട്. കുറച്ച് എക്സർസൈസ്, നടക്കുക, പിന്നെ ബീച്ചിലൊക്കെ പോയിരിക്കുക, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു കോമ്പിനേഷനുണ്ട്. അതാണ് ഹോളിസ്റ്റിക് എന്നൊരു ധാരണയുണ്ട്. ധാരണ തെറ്റോ ശരിയോ ആയിക്കോട്ടെ, അങ്ങനെ ധാരണ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഈ വെൽനസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു മോഡലായിട്ട് മാറ്റി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. മറ്റൊന്നുള്ളത്, ഈ വെൽനസ് ഇൻഡസ്ട്രിക്ക് തന്നെ ചില സമ്മർദ്ദങ്ങളുണ്ട്, അതില്ലെന്ന് പറയാൻ ഒക്കത്തില്ല. അവർ എനിക്ക് എന്താണ് വെൽനസ് എന്നുള്ളത് ഞാൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഞാൻ വെൽനസ് ഒരു സെൻറ്ററിൽ പോവുകയാണെങ്കിൽ എൻ്റെ ആവശ്യം ഇന്നതാണ് എന്ന് പറയും. എനിക്ക് മസിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് 6 പാക്ക് വേണം, അല്ലെങ്കിൽ എൻ്റെ വണ്ണം കുറയണം, വെയിറ്റ് കുറയണം, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഡിമാൻഡ് ചെയ്യും. ഇപ്പോൾ ഇതനുസരിച്ച് വെൽനസ് ഇൻഡസ്ട്രിയും വഴങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് അവരുടെ മേളിൽ വലുതായിട്ടുള്ള സമ്മർദ്ദമുണ്ട്. അപ്പോൾ ഈ സമ്മർദ്ദങ്ങൾ മാറ്റാൻ വേണ്ടി ഈ വരുന്ന ക്ലയൻറ്റിന് അവർക്ക് ഇഷ്ടം തോന്നുകയും ചെയ്യണമല്ലോ, അവരുടെ ബിസിനസ് നിലനിർത്തുകയും വേണം, ഇത് റൺ ചെയ്യുകയും വേണം. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലേക്ക് പുതിയ കോൺവെർസേഷൻ, ഡയലോഗുകൾ ഉണ്ടാക്കുകയും ഇത് അവരുടെ മനസ്സിൽ ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു നറേറ്റീവ് സ്ഥാപിക്കുകയും ചെയ്തെടുക്കാനായിട്ട് വെൽനസ് ഇൻഡസ്ട്രി ഇപ്പോൾ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ്, എക്സർസൈസ് മാത്രം കൊണ്ടല്ല, അതിനല്ലാത്ത മറ്റു കാര്യങ്ങൾ, നമുക്ക് ഇതൊക്കെ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ എന്ന് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എക്സർസൈസൊക്കെ മെഷർ ചെയ്യാൻ പറ്റാത്തതുണ്ട്. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. അപ്പോൾ നിങ്ങളുടെ ഉറക്കം എങ്ങനെയുണ്ട്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ വലിയ പ്രയാസമാണ് പലരുടെയും വെച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ. ഒരാളിൻ്റെതായിട്ട് പറയാൻ പറ്റും, പക്ഷേ പല ആൾക്കാർ ഒരു 100 പേരെടുക്കെ നിങ്ങളുടെ ഉറക്കം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേര് ഉറങ്ങുന്നുണ്ടെന്നോ ഇല്ലെന്നോ പറയുമെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അമ്മാതിരിയുള്ള കണക്കുകളുണ്ടല്ലോ, നമുക്ക് സുഖം തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ വെൽനസ് ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഇതുമായിട്ടാണ് അവർ ഡീൽ ചെയ്യുന്നത്, ഇതുമായിട്ടാണ് അവർ എപ്പോഴും നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുള്ളത്, ഈ എല്ലാ വെൽനസ് സെൻ്ററുകളും എപ്പോഴും പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഇമോഷണൽ, വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ, മെൻ്റൽ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ പരിഹരിക്കും. ഇതെല്ലാം പരിഹരിക്കാനായിട്ടുള്ള ഒരു രീതിയാണ്. അത് ആശുപത്രി അല്ലല്ലോ, അത് ആശുപത്രിയോ വൈദ്യശാസ്ത്ര രംഗത്തോ അത് ഇപ്പം നടക്കുന്നില്ല. ഇപ്പോൾ അതിനു വേണ്ടിയുള്ള ഇടം അവിടെയില്ല. അപ്പോൾ അതിന് പറ്റിയൊരു ഇടം എന്നുള്ള രീതിയിൽ വെൽനസ് സെൻ്ററുകൾ ഒരു സാധ്യത തുറന്നു വിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വെൽനസ് സെൻ്ററിൻ്റെ പുറത്തുള്ള ഒരു സമ്മർദ്ദമാണ്. ഇപ്പോൾ വെൽനസ് സെൻ്ററിൻ്റെ പുറത്തും കുറേ സമ്മർദ്ദങ്ങളുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേറെന്നുള്ളത്, ഈ വെൽനസ് സെൻ്ററിൽ തന്നെ ആരോഗ്യം നമുക്ക് മെഷർ ചെയ്യാം. ടെമ്പറേച്ചറുള്ള ഒരാളിന് പനി കുറഞ്ഞു എന്നുള്ളത് മെഷർ ചെയ്യാം. ടൈഫോയ്ഡ് ഉള്ള ആളിന് ടൈഫോയ്ഡ് മാറി, അത് മെഷർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ മെഷറബിളാണ്. അതേസമയം എനിക്ക് സന്തോഷമുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വെൽനസ് സെൻ്ററുകളൊക്കെ തന്നെ പേഴ്സണലാവണം. കാര്യം ഒരു തരം ഓരോ വ്യക്തിക്കും ഉള്ള ഡിമാൻഡ് ഓരോന്നാണ്. എനിക്കിപ്പോൾ സുഖം തോന്നുന്നു എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റി ആ വെൽനസ് സെൻ്റർ മറ്റൊരാളിന് കൊടുക്കുമ്പം അയക്ക് പറയാൻ എനിക്ക് മാറ്റമൊന്നുമില്ല എന്ന് പറയാം. അങ്ങനെ പറയാം. വളരെ നേരെ വിപരീതമായിട്ട് തന്നെ വരാം. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഈ വെൽനസ് സെൻ്ററുകാർ ഓരോരുത്തർക്കും വേണ്ടി അവർ കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ, ആ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടല്ലോ, അതിപ്പോൾ ഒരു ഡ്രിങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള എക്സർസൈസ് ആവാം, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ റെസ്റ്റ് ആയിരിക്കാം, റിലാക്സേഷൻ ആവാം, യോഗയാവാം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതെല്ലാം ഓരോരുത്തർക്കും വേണ്ടി ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനൊരു പ്രൊഫഷണൽ ഇത് വേണം. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പക്ഷേ അതിനേക്കാൾ കൂടെ ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ വരുന്ന ക്ലയൻറ്റിന് കൺവിക്ഷൻ കിട്ടുന്ന രീതിയിൽ, അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വെൽനസ് സെൻ്റർ വികസിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ അവർ നിരന്തരം ഒരു സമ്മർദ്ദത്തിലാണ്. ഈ മാറ്റങ്ങൾ അവർ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെൽനസ് സെൻ്ററുകൾ എപ്പോഴും പുതുക്കിപ്പണിഞ്ഞുകൊണ്ടിരിക്കും. നേരത്തെ പരസ്യത്തിനെ പറ്റി പറഞ്ഞ കാണും. കഴിഞ്ഞ കൊല്ലത്തെ പരസ്യം ഇക്കൊല്ലം ഓടത്തില്ല. അപ്പോൾ പുതിയ പരസ്യത്തിൻ്റെ ആശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇത് വെൽനസ് സെൻ്ററിലും വളരെ ചടുലമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ആ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തോ പുതിയതുണ്ടെന്ന് തോന്നുന്നു. ഒരു മെത്തേഡെന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ ടെക്നോളജികൾ വെൽനസ് സെൻ്ററിൽ കൊണ്ടുവരും. ഇപ്പോൾ നല്ല വെൽനസ് സെൻ്ററിൽ പോകുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് തരം പുതിയ മെഷീൻസ് വരും. ഇപ്പോൾ നമ്മൾ തന്നെ ആൾക്കാർ സംസാരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇന്ന മെഷീനുണ്ടോ, നിങ്ങൾ ഓവൽ എക്സർസൈസ് ചെയ്യുന്ന മെഷീനുണ്ടോ, നിങ്ങൾക്ക് സൈക്ലിക്കലുണ്ടോ, അങ്ങനെ ഓരോന്നും ചോദിക്കും. അപ്പോൾ അത് ഉണ്ടാവണം എന്നാണ്, അവിടെ ഉണ്ടാവണം എന്നാണ്. അപ്പോൾ ഈ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് അവരിത് ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ പുതിയ എക്യുപ്മെൻറ്റ് കൊണ്ടുവരും.
പുതിയ ടെക്നിക്കുകൾ കൊണ്ടുവരും, പുതിയ ന്യൂട്രീഷണൽ ഇത് കൊണ്ടുവരും, പുതിയ മസിലുകളെ പറ്റി, മാംസപേശികളെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ടും എനർജിയെപ്പറ്റി, എനർജി എക്സ്പെൻഡിച്ചർ, മറ്റേ കാലറി, ഇങ്ങനെയൊക്കെ രീതിയിലുള്ള സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരെ അവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഈ പുതിയ ടെക്നോളജികൾ ഇതിൻ്റെ അകത്തേക്ക് കടത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നിരന്തരം ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഒരു പരസ്യത്തിൻ്റെ അകത്തുള്ള പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്ന മാതിരി ഈ വെൽനസ് സെൻ്ററുകളും നന്നായിട്ട് വിജയകരമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വെൽനസ് സെൻ്ററുകളും ഇങ്ങനെ ആശയങ്ങൾ നവീകരിച്ചുകൊണ്ടിരിക്കണം. സ്വയം നവീകരിക്കുന്ന ആശയങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് തെറ്റോ ശരിയോ എന്നുള്ള അതിലേക്ക് ഞാൻ പോകുന്നില്ല, പലതും തെറ്റാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ആശയങ്ങൾ നിരന്തരം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് ഒരു വശമാണ്. അടുത്ത കാലത്തായിട്ട് നമുക്ക് നമ്മുടെ പാരമ്പര്യം, പുരാതനം എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ താല്പര്യങ്ങൾ വന്നിട്ടുണ്ട് പെട്ടെന്ന്. അത് ആരോഗ്യത്തിന് മാത്രമല്ല, നമ്മുടെ വായനയിൽ ഇത് വന്നിട്ടുണ്ട്, നമ്മൾ ഇടപെടുന്ന വിഷയങ്ങളിലത് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും പണ്ട് തൊട്ടേ ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു സാങ്ക്ടിറ്റി കൊടുക്കുന്നു. അതിൻ്റെ അകത്തൊരു ശരി എന്നുള്ള അവസ്ഥ പണ്ട് തൊട്ടേ ഉള്ളതാണെങ്കിൽ അതിൻ്റെ അകത്തൊരു ശരിത്വമുണ്ട്. പണ്ട് തൊട്ടേ ഞാൻ പഴങ്കഞ്ഞി, എൻ്റെ വീട്ടിൽ പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ ആ പഴങ്കഞ്ഞി വളരെ നല്ലതാണ്. രാവിലെ ഒന്ന് പഴങ്കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. കാഞ്ഞിരത്തിൻ്റെ കട്ടിൽ കിടക്കുന്ന ഒരാളിനെ ഞാൻ അടുത്ത കാലത്തുണ്ട്, ഒരു പ്രൊഫസറാണ്. അദ്ദേഹം ഒരു കോളേജിലെ പ്രൊഫസറാണ്. അദ്ദേഹം പറയുന്നത് കാഞ്ഞിരത്തിൻ്റെ കട്ടിൽ കിടക്കുന്ന കാരണം അദ്ദേഹത്തിന് നല്ല ആരോഗ്യം തോന്നുന്നു. അത് എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഞാനിപ്പോൾ നിസ്സാരമായിട്ടൊരു കാര്യം ചോദിക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നത് ജപ്പാനിലാണ്. ജപ്പാൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി, കേരളത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 74-75 വയസ്സാണ്. ജപ്പാനിലത് 86, 87ഒക്കെയാണ്. അതായത് ജപ്പാനിൽ പോകണമെങ്കിൽ നമ്മൾ 100 വയസ്സുള്ള ഒരുപാട് പേരെ റോഡിൽ കാണാൻ പറ്റും. അപ്പോൾ അവരൊക്കെ കാഞ്ഞിരത്തിൻ്റെ തടിയിലാണ് കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയുമ്പോൾ അവിടെ കാഞ്ഞിരം കൊണ്ട് കട്ടിലുണ്ടാക്കുന്നുണ്ട്. നിസ്സാരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ലോജിക്കൽ ഫാലസി ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാ വെൽനസ് സെൻ്ററിൻ്റെയും സംവാദത്തിൻ്റെ അകത്ത് നിരന്തരം നമ്മൾ കാണുന്നത് ലോജിക്കൽ ഫാലസിയാണ്. പക്ഷെ അതവിടെ ഇരിക്കട്ടെ, അതുണ്ട്. പക്ഷെ അത് നമ്മൾ ഒരു ലോജിക്കൽ ഫാലസി നമ്മൾ കണ്ടെത്തുമ്പോഴല്ലേ ഉള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ജപ്പാനിൽ കാഞ്ഞിരത്തിൻ്റെ തടിയിലാണ് ജപ്പാൻകാർ കിടക്കുന്നതെന്നുള്ള ചോദ്യം ചോദിക്കുന്നവരെ അയാൾക്ക് ലോജിക്കൽ ഫാലസി ഇല്ലല്ലോ. അയാൾ സുവോളജി പ്രൊഫസറാണ്, പക്ഷേ അയാൾക്ക് ലോജിക്കൽ ഫാലസി തോന്നുന്നില്ല. തോന്നുന്നത് ഒരാളെ ചോദിക്കുമ്പോൾ മാത്രമാണ്. അത് കഴിയുമ്പോൾ തന്നെ തള്ളിക്കളയുകയും ചെയ്യും. നമ്മൾ ഇപ്പം ഉള്ള പ്രശ്നം, ഞാൻ പറഞ്ഞ ഈ വെൽനസ് സെൻ്ററിൽ കൂടെ നടക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ലോജിക്കൽ ഫാലസികൾ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് പണ്ടൊക്കെ നമ്മൾ സമ്മതിക്കുമായിരുന്നു, ഇത് ഫാലസിയാണ്. ഇപ്പം അങ്ങനെയല്ല. അതവിടെ ഇരിക്കട്ടെ, നിങ്ങളുടെ ശരിയാണ്, എൻ്റെ ശരി മറ്റൊന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ടുള്ള അവസരം ഇന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ വെൽനസ് സെൻ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പാരമ്പര്യവാദങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് കയറ്റും. ടെക്നോളജി ഉണ്ട് സമയത്ത്, ഒരു സമയത്ത് തന്നെ ഒരു മോഡേൺ ടെക്നോളജി ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ ഈ യോഗ, ഒറ്റമൂലികൾ, അങ്ങനത്തെ ഒരുപാട് പ്രോഡക്റ്റുകൾ, ഈ ബൊട്ടാണിക്കൽ പ്രോഡക്റ്റുകളുണ്ടല്ലോ, ആയുർവേദം, ആയുഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള യുനാനി, സിദ്ധ, അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ പ്രോഡക്റ്റുകൾ അതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കും. ഈ പ്രോഡക്റ്റുകളൊക്കെ കഴിക്കാനായിട്ടോ ദേഹത്ത് പുരട്ടാനായിട്ടോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രാചീനത്വവും ഒരു നവീന കാലഘട്ടവും പ്രാചീന കാലഘട്ടവും തമ്മിൽ എങ്ങനെയോ കണക്ട് ചെയ്തിട്ട് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് കയറി പോവുകയാണ് ഇത്. അങ്ങനെയുള്ള ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം നമുക്ക് അവിടെ ലിഫ്റ്റ് വേണം, എസ്കലേറ്റർ വേണം, ഫാൻ വേണം, എയർ കണ്ടീഷണർ വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്നു വെൽനസ് സെൻ്ററിൽ. അതോടൊപ്പം തന്നെ നമുക്ക് അശ്വഗന്ധ വേണം, ചിറ്റമൃത് വേണം, അങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്നു. ഇത് രണ്ടും തമ്മിൽ പൊരുത്തക്കേടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവിടെയാണ് ഫാലസി. അപ്പോൾ ഇത് തമ്മിൽ എന്തുകൊണ്ട് ഇതെങ്ങനെ പൊരുത്തപ്പെടുത്താൻ പറ്റും എന്നുള്ള ചോദ്യം വെൽനസ് സെൻ്ററിൽ പോകുന്നവർ ചോദിക്കത്തില്ല. അവർ പോകുന്നത് അവരുടെ സമൂഹത്തിലെ സ്ഥാനം അനുസരിച്ച് ബാക്കിയുള്ളവർ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ സമൂഹത്തിൽ വളരെയധികം വിലയുള്ള ഒരാൾ ഒരു വെൽനസ് സെൻ്ററിൽ പോകുമ്പോൾ നമുക്ക് അയാളെ തെറ്റു പറയാൻ പറ്റത്തില്ലല്ലോ. അയാൾക്ക് ഇതൊക്കെ ഇത്ര അറിയുള്ളൂ, ഇത്ര സ്വാധീനമുള്ളത്. ഈ നമ്മൾ ഇൻ്റർനെറ്റിലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നവർക്ക് സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് നമുക്ക് ചുറ്റും. ഈ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സാണ് ഇത് പിന്നെ അത് ഡ്രൈവ് ചെയ്യുന്നത്. അവരാണ് ഈ രണ്ടും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ പുരോഗമന ആശയങ്ങളായ കുറേ ടെക്നോളജികളും, അത് എയർ കണ്ടീഷണറാവാം, ഒരു ട്രെഡ്മില്ലാകാം, ഒരു എക്സർസൈസിൻ്റെ ടൂളാകാം. ഇതൊക്കെ ടെക്നോളജിയാണ്, ന്യൂ ടെക്നോളജിയാണ്. അതോടൊപ്പം വളരെ പുരാതനമായിട്ടുള്ള കാര്യങ്ങളും ആശയങ്ങളും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു ഡിക്കോക്ഷൻ ഉണ്ടാക്കുകയാണ്, ഒരു കോക്ടെയിൽ ഉണ്ടാക്കുകയാണ് വെൽനസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ
ഇതിലാണത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഈ രീതിയിലേക്ക് നമ്മൾ അറിയാതെ തന്നെ വെൽനസ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ മാറ്റങ്ങളും വളരെ പെട്ടെന്ന് നടന്നുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുതിയ പുതിയ സാധനങ്ങൾ അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെൽനസ് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ നോക്കുമ്പം ഒരുപാടുണ്ട്, ഒത്തിരി പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. ഈ പ്രോഡക്റ്റുകൾ പലതും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതല്ല, പലതും ഈ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗങ്ങളായിരുന്ന രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഈ നാച്ചുറൽ പ്രോഡക്റ്റ് വരും, സീ വീഡ് അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ് ഒറിജിനുള്ള സാധനങ്ങളാണ്. ഇതിനകത്തൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കറിയാൻ പാടില്ല. നമുക്കിവിടെ തന്നെ ഉള്ളതിൻ്റെയൊക്കെ ഫൈറ്റോ കെമിസ്ട്രി നമുക്കൊക്കെ അറിയാമെങ്കിലും അത് എന്തുമാത്രം ഗൗരവമുണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് അടുത്ത കാലത്ത് കോവിഡ് വന്നപ്പോഴാണ് ആ മേഖലയിലേക്ക് ഗവേഷണം ഗൗരവമായിട്ട് പോയത്. ഇപ്പോൾ ഈ ചിറ്റമൃത്, അശ്വഗന്ധം എന്നൊക്കെ പറയുന്നത് എത്രയോ കാലമായിട്ട് ആൾക്കാർ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ സൈഡ് ഇഫക്റ്റുകൾ, പാർശ്വഫലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊക്കെ വെൽനസ് സെൻ്ററിൽ പോയിട്ടാണ് കിട്ടുന്നത്. വെൽനസ് സെൻ്ററിൽ ഞാൻ അതർവൈസ് നോർമലാണ്, എനിക്ക് രോഗമൊന്നുമില്ല, എനിക്ക് ലിവർ ഡിസീസോ ഒന്നുമില്ലാത്ത ഒരാളാണ് എൻ്റെ സ്വാസ്ഥ്യം അല്ലെങ്കിൽ എൻ്റെ വെൽനസ്സും കുറച്ചൊന്ന് കൂടാൻ വേണ്ടി അവിടെ ചെല്ലുന്നിട്ട് ഇമാതിരിയുള്ള ഡിക്കോക്ഷനൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് രോഗം വരികയാണെങ്കിൽ നമ്മൾ രോഗം വിലയ്ക്ക് വാങ്ങിക്കുന്നതാണ് കാണാമല്ലോ. അങ്ങനെ ഒരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ പ്രശ്നം കൂടെ അതിൻ്റെ സങ്കീർണത വളരെയധികം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇപ്പോൾ മറ്റൊന്നുള്ളത് ഇതിനകത്ത് എത്തിക്കാലിറ്റി, അത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ചയിൽ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇത് എത്ര എത്തിക്കലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഉള്ള മറ്റൊരു വിഷയം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് അപ്പോൾ എത്തിക്കാലിറ്റി വരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ലീഗാലിറ്റിയെ പറ്റി വെല്ലുവിളി ഉണ്ടാകുമ്പോഴത്തേക്ക് നടപടിയെടുക്കേണ്ട സർക്കാർ ഏജൻസീസാണ്. സർക്കാർ ഏജൻസീസ് ഇക്കാര്യത്തിൽ അവർ നടപടിയിൽ നിന്നും മാറി നിൽക്കും. അപ്പോൾ അത് ഒരു പരിധിവരെ കുറച്ച് എത്തിക്കാലിറ്റിക്ക് അപ്പുറം പ്രവർത്തിച്ചാലും നിയമ നടപടികൾ ഉണ്ടാകുന്നില്ല. നിയമ നടപടി മറ്റൊരുപാട് നിയമ നടപടികൾ കോടതി കിടക്കുന്നതാണ്. കോടതി ഇത് പരിഗണിക്കത്തുമില്ല. പലപ്പോഴും നമ്മളൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് വർഷങ്ങളെടുക്കും കോടതിയിലെത്താനായിട്ട്. അപ്പോൾ ഇപ്പം ഈ ഡ്രഗ്സ് കൺട്രോളറൊക്കെ ആണല്ലോ റെയ്ഡ് നടത്തേണ്ടത്. അപ്പോൾ അവർ തന്നെ കോടതിയിൽ കേസെത്തുമ്പം അവർ തന്നെ റിട്ടയർ ചെയ്തു പോകും. അപ്പോൾ ഈ കേസ് പിന്നെ നടക്കത്തില്ല. ആ രീതിയിലൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ട്. പിന്നെ വേറെന്നുള്ളത് ഈ ഉറക്കമാണ്. ഇപ്പോൾ വേറെ ഈ വെൽനസ് ഇൻഡസ്ട്രി ടാക്കിൾ ചെയ്യുന്ന മറ്റൊരു പ്രശ്നം നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്താണ് എന്നുള്ളത് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് പേര് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഈ ഡിസ്പോസിബിൾ ഇൻകം ഉണ്ടെന്ന് ഉള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ, അവർക്കിപ്പോൾ ഉറക്കം പൊതുവെ കുറവാണ്. അവരിപ്പോൾ കൂടുതൽ സമയം ഉണർന്നിരിക്കുകയായിരുന്നു. രാത്രി 10-12 മണി വരെ അവർ രാത്രി വലിയൊരു ഭക്ഷണം കഴിക്കുകയും പിന്നെ ഒരു സോഷ്യലൈസ് ചെയ്യാം. വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് സോഷ്യലൈസ് ചെയ്യുന്നത്. എല്ലാം ഓൺലൈൻ ആയിട്ട് സോഷ്യലൈസ് ചെയ്യുകയൊക്കെ ചെയ്യും. വെളുപ്പിനെ എണീറ്റിട്ട് നേരത്തെ തന്നെ ജോലി തുടങ്ങും. പല കമ്പനികളും ചെറുപ്പക്കാരിലൊക്കെ നേരത്തെ ജോലി തുടങ്ങാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്കൊരു എക്സ്റ്റൻഡഡ് ഡേ ടൈം ഉണ്ട്. അതായത് ചുറ്റുപാട് ഇരുട്ടാണെങ്കിലും ഒരു ഡേ ടൈമിൽ എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നു അതൊക്കെ അവർ പകൽ ചെയ്യും. അപ്പോൾ അവരുടെ ഒരു ഡേ ടൈം എന്ന് പറഞ്ഞാൽ 16-17 മണിക്കൂർ പോകും. പിന്നെ അവർക്ക് ഉറങ്ങാൻ കിട്ടുന്നത് 5 മണിക്കൂറൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉറക്കം കുറഞ്ഞിട്ടുണ്ട്. ഈ കുറഞ്ഞ ഉറക്കമായിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ വിചാരിക്കും ഞാൻ നോർമലായിട്ട് ഉറങ്ങുന്നുണ്ട്, എല്ലാ പണ്ട് തൊട്ടേ 5 കൊല്ലമായിട്ട് 5 മണിക്കൂർ ഉറങ്ങുന്നുള്ളൂ, അപ്പോൾ എനിക്കത്ര മതി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. സ്ലീപ്പാണ് നമ്മുടെ ബ്രെയിനിനെ റീജുവനേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഉറക്കമാണ്. അപ്പോൾ ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ പതുക്കെ അതിൻ്റെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇത് വെൽനസ് ഇൻഡസ്ട്രി ടാക്കിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരാണോ ടാക്കിൾ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അവർ ഈ ഉറക്കം ശരിയാകാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള ഡിക്കോക്ഷൻസ് അവർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അത് പ്രശ്നവൽക്കരിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും അതൊരു പ്രശ്നം തന്നെയാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ സമൂഹം മുമ്പോട്ട് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. അപ്പോൾ അത് ഈ ഉറക്കമില്ലാത്തതിൻ്റെ ചില പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഈ ഡേ ടൈം അലേർട്ട്നെസ് കുറയും. രാത്രി ഉറങ്ങിയില്ലെങ്കിൽ പകൽ നമ്മൾ എണീറ്റൊക്കെ നടക്കുമ്പോൾ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് ഒരു സിങ്ക് ഫോം ചെയ്യും. എന്നുവെച്ചാൽ ആ സമയത്ത് നമുക്ക് ചെറിയൊരു അറ്റൻഷൻ പോകും. ട്രാഫിക് ആക്സിഡൻറ്റ് കൂടാം, മിസ്റ്റേക്സ് വരാം. നമ്മൾ 4 സാധനങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് പോകുമ്പോൾ 2 താഴെ വീഴും, പിന്നെ അതിനെടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മിസ്റ്റേക്ക് വരും. അത് ഡിലീറ്റ് ചെയ്യേണ്ട സാധനം ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള എറേഴ്സ് ഉണ്ടാകും. ഇതൊക്കെ ഇൽനെസ് അൺറിലേറ്റഡ് എറേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇൽനെസ് അൺറിലേറ്റഡ് എറർ, ഇത് ഇമാതിരിയുള്ള എററുകളൊക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതും വെൽനസ് ഇൻഡസ്ട്രിക്കാർ ഇപ്പം ടാക്കിൾ ചെയ്യുന്ന മറ്റൊരു വിഷയമാണ്. അവരുടേതായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്ലീപ്പ് ഡിസോർഡർ, ബിസി ലൈഫ് സ്റ്റൈൽ, അപ്പോൾ എപ്പോഴും പറയുന്നതാണ് ഈ കർക്കിടകത്തിലേക്കുള്ള
ചികിത്സ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് കർക്കിടക ചികിത്സയ്ക്ക് പോയതെന്ന് ചോദിച്ചാൽ അവർ ആദ്യം പറഞ്ഞത് എനിക്ക് ഞാൻ ഭയങ്കര ബിസി ലൈഫ് സ്റ്റൈലാണ്, ഈ ലൈഫ് സ്റ്റൈലിൽ നിന്ന് എനിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് പോയത് എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ഒരുപാട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചവരൊക്കെ പറയുന്നത് ഭയങ്കര ബിസി ഷെഡ്യൂളായിരുന്നു, അതിൽ നിന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി, അതിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടിയാണ് 10 ദിവസം കർക്കിടക ദിവസം മാസത്തിൽ ഇന്ന സ്ഥലത്ത് പോയി അവിടെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ നല്ല ഫ്രഷായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇമാതിരി തരത്തിലുള്ള സ്ട്രെസ്സുകൾ ഒരുപാട് പേര് നമുക്ക് സ്ട്രെസ്സുള്ളവർ തന്നെ സ്ട്രെസ്സുകളൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല, അംഗീകരിക്കത്തില്ല. അവരൊക്കെ പക്ഷേ ഇങ്ങനെ പോയി വെൽനസ് സെൻറ്ററിൽ പോകുമ്പോഴത്തേക്ക് അവിടെ അംഗീകരിക്കും. അതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൂടെ ഉണ്ട്. പിന്നെ വേറെന്നുള്ളത് ഈ ആയുർവേദം ഈ വെൽനസ്സിലേക്ക് ഭയങ്കരമായിട്ട് കടന്നു വന്നു. ആയുർവേദം അവർക്ക് വൈദ്യശാസ്ത്രം എന്നുള്ള രീതിയിലുള്ള നിലനിൽപ്പിൽ വെല്ലുവിളി നേരിട്ട ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 10-20 കൊല്ലം. കാര്യം പല രോഗങ്ങളും ആയുർവേദക്കാർ പണ്ട് ചികിത്സിച്ചുകൊണ്ടിരുന്ന പല രോഗങ്ങളും ഇപ്പോൾ അവർ ചികിത്സിക്കുന്നില്ല, അവർക്ക് ചികിത്സിക്കാൻ പറ്റത്തില്ല എന്ന് പൊതുജനങ്ങൾക്കറിയാം. അവരതൊക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിലേക്ക് ജനങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ആയുർവേദം പിന്നെ നിലനിന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് നോക്കി ഗ്ലോബലൈസേഷൻ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ടൂറിസം വികസിച്ചു. അപ്പോൾ ടൂറിസ്റ്റ് സെൻറ്റേഴ്സും ഹോട്ടലുകളിലുമൊക്കെ അവർ ആയുർവേദത്തിൻ്റെ ക്ലിനിക്ക് വന്നു. അവിടെ വന്നു ആയുർവേദിക് റിട്രീറ്റ് റിസോർട്ടിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധനങ്ങൾ വന്നു. ഇപ്പം വന്നേക്കുന്ന ഒരു വെൽനസിൻ്റെ അകത്തേക്ക് കടന്നു വന്നേക്കാണ്. വെൽനസിൻ്റെ അകത്ത് വലുതായിട്ടുള്ള നിയമത്തിൻ്റെ പ്രശ്നങ്ങളില്ലാതെ അവർക്ക് ഈ പലതരത്തിലുള്ള മരുന്ന് കൊടുക്കാം. ഇപ്പോൾ രോഗത്തിന് മരുന്ന് കൊടുക്കുമ്പം ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ട്. ആയുർവേദ കമ്മീഷനുണ്ട്. അവരുടെ നിയമത്തിന് അനുസരിച്ച് കൊടുക്കണം. അതിന് ചിലതിനൊക്കെ തെളിവുകൾ വെക്കണം, റെക്കോർഡ് സൂക്ഷിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകൾ അതിനുണ്ട്. പക്ഷേ വെൽനസിന് വരുമ്പോഴത്തേക്ക് അവർ എസെൻഷ്യലി രോഗമില്ലാത്തവരാണ്. അവർക്ക് സ്വന്തമായിട്ട് പിന്നെ എനിക്കിപ്പോൾ രോഗമൊന്നുമില്ല, ഞാനിപ്പോൾ ഒരു ആയുർവേദിക് വെൽനസ് സെൻ്ററിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരവും എൻ്റെ തീരുമാനമനുസരിച്ച് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാനാണല്ലോ എന്നെപ്പറ്റി എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ഒക്കെ നോക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഞാൻ തന്നെയാണ്. അപ്പോൾ ആ രീതിയിലാണ് അതിനെ സമീപിക്കുന്നത്. അപ്പോൾ വെൽനസ് സെൻ്ററിൻ്റെ അകത്തൊക്കെ ആയുഷിൻ്റെ പല മേഖലകളിലും ഇപ്പം വളരെ അധികം പ്രസൻസ് വന്നിട്ടുണ്ട്. അത് ചില പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് കൂടുതലും പറയുന്നത് അവരുടെ പലതരത്തിലുള്ള ക്ലാസിക്കൽ ടെക്സ്റ്റിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങൾ അതുപോലെ അങ്ങ് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. അതിന് പണ്ടും തെളിവില്ല, ഇപ്പോഴും തെളിവുകളൊന്നുമില്ല. പക്ഷെ പണ്ടൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന രോഗത്തിനായിരുന്നെങ്കിൽ ഇപ്പോൾ രോഗമില്ലാത്തവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, വെൽനസ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അതുകൊണ്ട് രോഗം മാറിയില്ല എന്നുള്ള കംപ്ലയിൻറ്റ് വരത്തില്ല. ആ കംപ്ലയിൻറ്റ് അവിടെ ഇല്ല. കാരണം രോഗത്തിനല്ലല്ലോ ഞാൻ പോകുന്നത്, എനിക്ക് വയ്യ, എനിക്കൊരു ഉന്മേഷക്കുറവ്, അതുകൊണ്ട് നിങ്ങൾ ഇന്നൊക്കെ ചെയ്യുന്നു എന്ന് പറയും. ആ ചെയ്യുന്നതിന് ഉന്മേഷം കുറവുണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ അതിനകത്തൊക്കെ തന്നെ ഈ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾക്കൊക്കെ തന്നെ അതിൻ്റെ സേഫ്റ്റി നമ്മൾ നോക്കിയിട്ടില്ല. അതിൻ്റെ സേഫ്റ്റി നോക്കാനായിട്ട് തൽക്കാലം നിയമവും ഇല്ല. അതാണ് ഇന്ത്യയിലെ നിയമത്തിൻ്റെ അകത്ത് ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. അതിപ്പം ഒരു മരുന്നായിട്ട് കൊടുക്കുകയാണെങ്കിൽ, മെഡിസിനായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ സേഫ്റ്റി നോക്കണം എന്നുള്ള ആവശ്യമുണ്ട്. അതേസമയം ഇമാതിരിയുള്ള കേന്ദ്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിന് സേഫ്റ്റി നോക്കാനായിട്ട് ഇല്ല. അതേസമയം മോഡേൺ പ്രോഡക്റ്റുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ സേഫ്റ്റിക്ക് പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തേൻ വിൽക്കുന്ന കമ്പനികളിൽ പലരുടെയും തേൻ ഗവൺമെൻറ് പറഞ്ഞ് വിഡ്രോ ചെയ്തത്. പക്ഷേ ഡാബറിൻ്റെ വിഡ്രോ ചെയ്തില്ല. ആ മാതിരിയുള്ള കമ്പനികൾ അതൊക്കെ ആയുർവേദിക് പ്രോഡക്റ്റായിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ബോൺവിറ്റ മാതിരിയുള്ള കുറേ പ്രോഡക്റ്റുകളൊക്കെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുമെന്നുള്ള പരസ്യം ചെയ്തപ്പം അത് ഗവൺമെൻറ് പിൻവലിക്കാൻ പറഞ്ഞു. കാര്യം ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, ബോൺവിറ്റയ്ക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള തെളിവില്ല. അതേസമയം വേറെ ആയുഷിൻ്റെ പ്രോഡക്റ്റുകളിലൊക്കെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന എഴുതുകയാണെങ്കിൽ അത് തെളിവ് വേണ്ട, അത് അങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് നിയമം അതിനെ സമീപിക്കുന്നത്. ഇങ്ങനെയുള്ള മറ്റൊരു വശം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇനി വേറൊരു തരം വെൽനസ് സെൻറ്റർ ഇടപെടുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സൗന്ദര്യമാണ്. സൗന്ദര്യം വലിയൊരു വിഷയത്തിലാണ്. ഇപ്പോൾ കേരളത്തിൽ സൗന്ദര്യം വലിയ വിഷയമാണ്. കേരളത്തിൽ ഇങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ വിൽക്കുന്ന 2-3 റൂട്ട് വഴിയാണ്. ഒന്ന് വെൽനസ് സെൻറ്റർ വഴിയാണ് സൗന്ദര്യ പ്രോഡക്റ്റുകളൊക്കെ വിൽക്കുന്നത്. മറ്റൊന്ന് ഈ പത്രങ്ങളിലൊക്കെ വരുന്ന ചെറിയ പരസ്യമുണ്ടല്ലോ, ലഘു പരസ്യങ്ങളൊക്കെ, ഈ ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 1 സെൻറ്റിമീറ്റർ പരസ്യം. ഈ പരസ്യത്തിൻ്റെ കണക്കെടുത്തപ്പോഴത്തേക്ക് ഞങ്ങളൊരു പഠനം നടത്തിയ പരസ്യത്തെക്കുറിച്ച്. ഈ പരസ്യങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടത് 34% പരസ്യങ്ങൾ വന്നേക്കുന്നത് ലൈംഗിക ക്ഷമതയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ലൈംഗിക ബന്ധത്തിലുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ലൈംഗികമായിട്ടുള്ള
ക്ഷീണം അത് മാറ്റുക. അതിനാണ് മിക്കവാറും എല്ലാ പരസ്യങ്ങളും ഏറ്റവും കൂടുതൽ പരസ്യം അതിലാണ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞാൽ 10% പരസ്യം വന്നേക്കുന്നത് സൗന്ദര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ വലിയ വിഷയങ്ങളാണെന്നുള്ളത്. കേരളത്തിലെ മലയാളികളുടെ മനസ്സിനെ അലട്ടുന്ന പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ് ഈ സൗന്ദര്യവും ലൈംഗികതയും. ഇപ്പോൾ ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും അത് തന്നെയാണ് വരുന്നത്. പക്ഷേ പരസ്യങ്ങളുടെ എണ്ണം പല ആൾക്കാർ അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം, നീണ്ടുനിന്ന പോരാട്ടത്തിന് ശേഷം ഈ ക്ലാസിഫൈഡ് പരസ്യങ്ങൾ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും കുറവാണ് മദ്യപാനം, പിന്നെ പ്രമേഹം, ആസ്മ, അതൊക്കെ പിന്നീട് അതിൻ്റെയൊക്കെ താഴെ കാണും. അപ്പോൾ ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെയാണ് പരസ്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ വെൽനസ് സെൻറ്ററിൽ വരുന്നത്. വെൽനസ് സെൻറ്റർ ഇപ്പോൾ വ്യാപകമായിട്ട് ഈ മറ്റേ കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ അത് വിൽക്കുന്നുണ്ട്. സ്കിൻ എങ്ങനെ ഇരിക്കണം, ശരീരം എങ്ങനെ ഇരിക്കണം, പല്ലെങ്ങനെ ഇരിക്കണം. ഇപ്പോൾ ഡെൻ്റൽ ക്ലിനിക്ക് തന്നെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഡെൻ്റൽ വെൽനസ് എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലയിടത്തും പോയാൽ കാണാൻ പറ്റും. അതൊക്കെ സ്മൈൽ എന്നുള്ളതാണ്. അത് പല ക്ലിനിക്കുകളുടെ പേര് തന്നെ സ്മൈൽ എന്നാണ്. അപ്പോൾ സൗന്ദര്യമുള്ള ചിരി എങ്ങനെ ഉണ്ടാവണം, അത് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാത്തിനും സൗന്ദര്യം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചാൽ തീരുന്ന പ്രശ്നമാണ് നമുക്കുള്ളത്. പക്ഷേ അതിന് പകരം ഇന്ന രീതിയിലുള്ള ചിരിയാണ് മറ്റുള്ള ചിരിയേക്കാളും മെച്ചം എന്ന രീതിയിൽ ചിത്രങ്ങൾ വെച്ചിട്ട് നമ്മൾ കാണിച്ചു തരികയാണ്. ഈ ഡെൻ്റൽ അല്ലെങ്കിൽ വായുടെയൊക്കെ ഇത് സ്ട്രക്ചർ കുറച്ചൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചിരി എങ്ങനെ മാറുമെന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന നമുക്ക് നെറ്റ് വഴി ഡിജിറ്റൽ ടെക്നോളജി വഴി കാണിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന സെൻറ്റേഴ്സായിട്ട് പതുക്കെ മാറി വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് ഈ കോസ്മെസിസ് എന്നുള്ള ഒരു വിഷയം അത് ഒരു പ്രശ്നമാണ്. അതിപ്പം ധാരാളമായിട്ട് ഈ വെൽനസ് സെൻറ്റേഴ്സിലൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് കോസ്മെറ്റിക്കിന് വേണ്ടി. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കോസ്മെറ്റിക് ഇഷ്യൂ എന്ന് പറയുന്നത് അമിതവണ്ണമാണ്, ഓവർ വെയ്റ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒബീസിറ്റി എന്നുള്ളത്. ഒബീസിറ്റിക്ക് ചികിത്സിച്ച ഒരു സ്ത്രീയുടെ കാര്യം പത്രത്തിൽ വായിച്ചു കാണുമല്ലോ, അവരുടെ വിരലൊക്കെ മുറിഞ്ഞു പോയി എന്നുള്ളത്. ഇനി 2 ദിവസത്തിന് മുമ്പ് ഉത്തർപ്രദേശിൽ ഒരാളുടെ തലയിൽ മുടിയില്ലാത്തതുകൊണ്ട് അവിടെ തലയിൽ മുടി വെച്ച് പിടിപ്പിച്ചു. അയാൾ മരിച്ചുപോയി. അയാൾക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് മരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അമിതമായിട്ട് നമ്മൾ ഈ കോസ്മെസിസ് നമുക്ക് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രീതിയിൽ സൗന്ദര്യം നമ്മുടെ മനസ്സിനെ അലട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും എന്ന് തന്നെയാണ് തോന്നുന്നത്. അത് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. ഇതൊക്കെ വെൽനസ് സെൻറ്ററുകാരിപ്പോൾ ഒരുപാട് വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. കോസ്മെറ്റിക് ഡെർമറ്റോളജി, സ്കിൻ ക്ലിനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണാം. ഇതിൻ്റെ അകത്ത് നമുക്ക് മോഡേൺ മെഡിസിനും ആയുഷും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഈ ഏരിയയിൽ വന്നിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഹെർബൽ മെഡിസിനും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കും. അത് സത്യത്തിൽ റിസ്ക്കാണ്. വേറെന്നുള്ളത് ഈ വിറ്റാമിനുകളൊക്കെ പുതിയ പ്രോഡക്റ്റുകൾ, ഹൈയാലുറോണിക് ആസിഡ്, അങ്ങനെയൊക്കെയുള്ള നമുക്ക് വായിക്കാൻ പറ്റാത്ത വാക്കുകളൊക്കെ ഉള്ള കെമിക്കൽസൊക്കെ ഉള്ള സാധനങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടുവന്നിട്ട് അതോടൊപ്പം നമ്മുടെ ഹെർബൽ സാധനങ്ങളൊക്കെ പലതരത്തിലുള്ള തുളസി ഇതൊക്കെ ചേർത്തിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും. ഈ പ്രോഡക്റ്റും അവരിപ്പോൾ വിൽക്കുന്നത് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സാധനമൊക്കെ നമുക്ക് സേഫാണെന്നുള്ള നമ്മുടെ വിചാരം ദിവസം മഞ്ഞൾ കഴിച്ചാൽ സേഫാണെന്നുള്ളതാണ്. മഞ്ഞൾ കഴിച്ചാൽ സേഫൊന്നുമല്ല. നമ്മൾ മഞ്ഞൾ കറിക്ക് ഉപയോഗിക്കുന്ന അളവിൽ ആണ് സേഫ്. ഒരു ദിവസം കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു വീട്ടിൽ മിക്കവാറും 7 ഗ്രാം മഞ്ഞൾ ഉപയോഗിക്കും, ഏറ്റവും കൂടുതൽ 3-5-6 പേരുള്ള വീട്ടിൽ. അതിൽ ഓരോരുത്തരും ഇപ്പോൾ കഴിക്കുന്നത് എത്രയായിരിക്കും? 5-6 പേരുണ്ടെങ്കിൽ 1/2 ഗ്രാമോ 3/4 ഗ്രാമൊക്കെ കഴിക്കുകയുള്ളൂ നമ്മൾ കഴിക്കുന്നത്. ആ മഞ്ഞളിന് കുഴപ്പമില്ല. അതേസമയം മഞ്ഞളിൻ്റെ ഡിക്കോക്ഷൻ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് ഹാംഫുൾ തന്നെയാണ്. അതിൻ്റെ മഞ്ഞളിന് വലിയൊരു നല്ല വശമുണ്ട്. എന്ന് വെച്ചാൽ മഞ്ഞളിൻ്റെ കുർക്കുമിൻ നമ്മുടെ കുടലിൽ അബ്സോർവ് ചെയ്യത്തില്ല. കഴിച്ചു കഴിഞ്ഞാൽ അബ്സോർവ് ചെയ്യത്തില്ല. നമ്മുടെ വിചാരം മഞ്ഞൾ കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാകുന്നത്, ഇത് അബ്സോർവ് ചെയ്യത്തില്ല. അബ്സോർവ് ചെയ്യണമെന്നെങ്കിൽ ഇത് പ്രോട്ടീനുമായിട്ട് ഇത് ബൈൻഡ് ചെയ്യണം. അപ്പോൾ പ്രോട്ടീനുമായിട്ട് ചേർന്ന് കഴിച്ചാൽ മാത്രമേ അബ്സോർവ് ചെയ്യുള്ളൂ. അങ്ങനെ കഴിച്ച് മഞ്ഞൾ ദിവസവും കഴിക്കുന്നവർക്ക് കോംപ്ലിക്കേഷൻ വരും, ഉറപ്പായിട്ടും വരുന്ന കാര്യമാണ്. മഞ്ഞൾ മാത്രമല്ല, എന്ത് സാധനവും, ടൊമാറ്റോ ആയാലും പാവയ്ക്ക ആയാലും ദിവസവും കഴിച്ചുകൊണ്ടിരുന്നാലും, ചീര വളരെ നല്ലൊരു ഭക്ഷണമാണ്. പക്ഷേ ദിവസവും ചീര കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. അതിൻ്റെ അകത്ത് ഓക്സലേറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറിയായിട്ടോ ഭക്ഷണമായിട്ടോ കഴിക്കുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തൂടെ പോകുമ്പോഴത്തേക്ക് സേഫാണ്, അപ്പോൾ സുരക്ഷിതമാണ്. അപ്പോൾ ഇത് എപ്പോൾ സുരക്ഷിതമാകും എപ്പോൾ സുരക്ഷിതമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പലപ്പോഴും ഈ വെൽനസ് കേന്ദ്രങ്ങളിലൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഡിക്കോക്ഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് തീർച്ചയായിട്ടും സുരക്ഷിതമല്ല. ഇപ്പോൾ അടുത്ത കാലത്ത് ABC ജ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ കോൺട്രവേഴ്സി ഉണ്ടായല്ലോ.
അത് ഈ വെൽനസ് സെൻ്റർ വഴി പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്. ആപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ABC ജ്യൂസ് മൂന്നും കൂടെ അടിച്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കും. അതിൽ കുറേ പേർക്ക് പ്രശ്നമുണ്ടായി. പിന്നെ ഒബീസിറ്റി മാറ്റാൻ വേണ്ടി കീറ്റോ ഡയറ്റ് അത് കഴിച്ച് അത് 3 മാസം കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. 3-4 മാസം വരെയൊക്കെ നമ്മൾ പിടിച്ച് നിൽക്കും. പക്ഷേ 6-7 മാസം കഴിക്കുന്നവർക്കൊക്കെ കോംപ്ലിക്കേഷൻ വരും, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരും. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൂടാതെ ഇതൊക്കെ ഒരു ഫാഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഏതോ രീതിയിൽ നമ്മുടെ മനസ്സിന് അകത്തേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. നന്നായിട്ട് നമ്മൾ എന്ത് പ്രോഡക്റ്റാണ് നമ്മൾ വെൽനസ്സിൽ നിന്ന് കിട്ടുന്നത്, ഈ പ്രോഡക്റ്റ് നമുക്ക് പറ്റുമെന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ഉറപ്പാക്കണം എന്നുള്ളതാണ് വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊന്നുള്ളത്, വെൽനസ് ഇൻഡസ്ട്രി എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് വേറൊരു ചോദ്യം ചോദിക്കാം. അതിനൊരു വലിയൊരു കാരണമുണ്ട്. കാരണം വെൽനസ് ഇൻഡസ്ട്രി മുമ്പോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും എത്താൻ പറ്റാത്ത ഗോളാണ്. നമ്മളിപ്പോൾ എത്താൻ പറ്റുന്ന ഗോളുണ്ടല്ലോ. അപ്പോൾ നാളെ എനിക്ക് 5 കിലോമീറ്റർ നടക്കണം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറായി നാളെ 5 കിലോമീറ്റർ നടക്കും. അപ്പോൾ നടക്കാൻ പറ്റുമായിരിക്കാം. അപ്പോൾ ഫെയിൽ ചെയ്താൽ മറ്റന്നാൾ പറ്റും. അപ്പോൾ നമുക്ക് റീച്ചബിൾ ഗോളാണ്. ഇന്ന് പറ്റില്ലെങ്കിൽ നാളെ പറ്റും. ഇത് വെൽനസ് ഇൻഡസ്ട്രി മുമ്പോട്ട് വയ്ക്കുന്നതൊക്കെ അൺറീച്ചബിൾ ഗോളാണ്. നിങ്ങളുടെ ഇന്ന രീതിയിലുള്ള ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വേണം, അത് ഒരിക്കലും കിട്ടത്തില്ല. അങ്ങനെ അവർ മുമ്പോട്ട് വയ്ക്കുന്ന ഏത് ഗോൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഒന്ന് പഠിക്കുകയാണെങ്കിൽ അൺറീച്ചബിൾ ഗോളുകളുടെ ഒരു വലിയ കൂട്ടമാണ് നമുക്ക് നമ്മുടെ തലയിലേക്ക് വെച്ച് തരുന്നത്. അപ്പോൾ അത് നമ്മളെപ്പോഴും അതിൻ്റെ അടുത്ത ഘട്ടത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അപ്പോൾ അതുമാത്രമല്ല, അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്, നേരത്തെ മാഡം പരസ്യത്തിനെ പറ്റി പറഞ്ഞ മാതിരിയാണ്, വെൽനസ് ഇൻഡസ്ട്രിക്കാർ എപ്പോഴും വയ്ക്കുന്ന അവരുടെ ഐക്കോൺസ് എന്ന് പറയുന്നതൊക്കെ നല്ല പെർഫെക്റ്റ് ബോഡിയുള്ള ആൾക്കാർ, നല്ല സ്ലിം ആയിട്ടുള്ള ആൾക്കാർ. ഉദാഹരണത്തിന് പല വെൽനസ് പ്രോഡക്റ്റിൻ്റെയും സ്പോൺസർ, ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹം ഒരു ബ്രാൻഡ് അംബാസഡറാണ്, ഒരു വെൽനസ് പ്രോഡക്റ്റിൻ്റെ അംബാസഡറാണ്. നമ്മുടെ വിരാട് കോഹ്ലി എല്ലാവർക്കും അറിയാമല്ലോ, അദ്ദേഹം ഒരു പെർട്ടിക്കുലർ വെൽനസ് ബ്രാൻഡിൻ്റെ അംബാസഡറാണ്. അപ്പോൾ ഇമാതിരി ആൾക്കാർ കൊണ്ട് അവരുടെ ശരീരം കടഞ്ഞെടുത്ത മാതിരി ഇരിക്കും. അത് ഈ പ്രോഡക്റ്റ് കഴിച്ചുകൊണ്ടാണെന്നാണ് നമ്മുടെ ധാരണ. വിരാട് കോഹ്ലിയുടെ ശരീരം ഇങ്ങനെ ആവാമെങ്കിൽ എൻ്റെ ശരീരം അങ്ങനെ ആയിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ഫാലസിയാണ്, ലോജിക്കൽ ഫാലസിയാണ്. അയാൾക്കതങ്ങനെ ആയത് ഒന്നാമത് അയാളുടെ ശരീരം അങ്ങനെ ആയിരിക്കും. പിന്നെ അയാൾ ക്രിക്കറ്റിന് വേണ്ടി എത്രയോ വർഷമായിട്ട് അയാൾ എക്സർസൈസ് ചെയ്യുന്നുണ്ട്, അയാൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അയാൾക്കൊരു പ്രൊഫഷണൽ ട്രെയിനറുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ചേർന്നാണ് അയാളുടെ ശരീരം അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ വെൽനസ് ക്ലിനിക്കിൽ പോയിട്ട് 2000 രൂപ മാസം കൊടുത്ത് ഈ ഡിക്കോക്ഷൻ കുടിച്ചു കഴിഞ്ഞാൽ കോളിയപ്പോലാകത്തില്ല, ആശുപത്രി കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത് നിസ്സാരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരാണ് പെർഫെക്റ്റ് ബോഡി, ഭംഗിയുള്ള ശരീരം കൊണ്ട് നമ്മളെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തല്ല, ഒരിക്കലും നമുക്ക് റിയലൈസബിൾ അല്ലാത്ത ഒരു ഗോളാണ് നമ്മുടെ മുമ്പിൽ സെറ്റ് ചെയ്ത് തരുന്നത്. അതിലേക്ക് നമ്മളെ കടത്തിവിടുകയാണ്. നമ്മളിവർ അതിൻ്റെ പുറത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ചീവബിൾ ഗോൾ അല്ല എന്ന് മാത്രമല്ല, റിയൽ പോലും അല്ല. ഈ ആൾക്കാരൊന്നും തന്നെ റിയലല്ല. ഇവരൊക്കെ തന്നെ മറ്റു പലതും ചെയ്യുന്ന ആൾക്കാരാണ്. പലപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ ഹെർബാ ലൈഫ് ഉപയോഗിക്കുന്നുള്ളത് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് അദ്ദേഹം ഹെർബാ ലൈഫിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. ഹെർബാ ലൈഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാനേ പാടില്ല. അദ്ദേഹം ഇതും വെച്ചുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കോവിഡ് സമയത്തും ഇങ്ങനെ നമ്മുടെ ഇവിടുത്തെ സെലിബ്രിറ്റികൾ പലതും ഈ ആട്ടോ ഉണ്ടല്ലോ, എനിക്കൊരു ആട്ടോ കിട്ടി, ഈ ആട്ടോ കൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇമ്മ്യൂണിറ്റി കൂടി എന്ന് പറഞ്ഞത് നിങ്ങൾ പരസ്യം കണ്ടു കാണും. അവർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ടി വിയിൽ ഒന്ന് ധൈര്യമായിട്ട് പറയുകയും അതിൻ്റെ താഴോട്ട് ഒരുപാട് കമൻറ്റുകൾ വരികയും ചെയ്യും. 100 കണക്കിന് കമൻറ്റ് വരുവാണ്, ചേച്ചി പറഞ്ഞത് വളരെ സന്തോഷമായി, എനിക്ക് എൻ്റെ വീട്ടിൽ കഴിഞ്ഞ മാസം കോവിഡ് ഉണ്ടായിരുന്നു, ഇപ്പോഴെങ്കിലും ചേച്ചിക്ക് ഇത് പറയാൻ തോന്നിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമൻറ്റുകൾ വന്നേക്കാണ്. നമ്മുടെ ആൾക്കാർ കമൻറ്റ് ഇടുന്നതിൽ പോലും ഒരുതരം പൈങ്കിളിത്തം അതിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള നമുക്കറിയാം. നമുക്ക് കോവിഡ് സമയത്ത് മരിച്ചുപോയ ഒരാളുണ്ടല്ലോ, മോഹനം വൈദ്യരുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, ഡയബറ്റീസ് ഉണ്ടാക്കിയ പ്രോഡക്റ്റ്. 60,000 രൂപയാണ് എൻ്റെ പേര്. അത് കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ക്രിക്കറ്ററെ കാണിച്ചു, ഇത് കഴിച്ചപ്പോഴത്തേക്ക് എല്ലാം മാറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യാജമാണോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല. അയാൾ കഴിക്കുന്നുണ്ടോ, അയാൾക്ക് ഈ പ്രശ്നമുണ്ടോ, അയാൾ കഴിച്ചതിന് ശേഷം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, അതിന് തെളിവുണ്ടോ നമ്മൾ ചോദിക്കുന്നില്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇമാതിരിയുള്ള ഫാലസീസിൻ്റെ അകത്തുകൂടെയാണ് ഇത് നമ്മൾ നാവിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊന്നുള്ളത്, ഇപ്പോൾ ഇതൊക്കെ റിയലൈസബിൾ അല്ലാത്ത ഗോളുണ്ട്. വേറൊന്നുള്ളത് ക്വിക്ക് ഫിക്സ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും, എനിക്ക് BP ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, അതിനുശേഷം പോയി ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 3 ബ്ലോക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ക്വിക്ക് ഫിക്സ് പറയും. ഇതിന് ഈ ഹാർട്ട് അറ്റാക്ക് 3 ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നതിന് പെട്ടെന്നൊരു ഉത്തരം നമുക്ക് കിട്ടും. എന്താണെന്ന് ഒരുതരം ടീ ഉണ്ട്, ഗ്രീൻ ടീയും തുളസിയും തൈമും കമോമില്ലും ഒക്കെ കൂടെ ചേർത്ത് ഡിക്കോക്ഷൻ ഉണ്ടാക്കി കുടിച്ചാൽ മാറും, 1 വെള്ളം കഴിച്ചാൽ മതി മാറുമെന്ന് പറയും.
കാര്യം ഈ ബ്ലോക്ക് അറിയില്ലെന്ന് നമ്മളെങ്ങനെ അറിയും? ബ്ലോക്ക് ഉണ്ടെന്ന് അറിഞ്ഞത് ഒരു ആൻജിയോഗ്രാം ചെയ്തിട്ടാണല്ലോ, അല്ലാതെ മാജിക്കൊന്നും ഇല്ല ബ്ലോക്ക് ഉള്ളത്. അപ്പോൾ ബ്ലോക്ക് മാറിയോ എന്നറിയാൻ വേണ്ടി നമ്മൾ വേറൊരു ആൻജിയോഗ്രാം ആരെങ്കിലും ചെയ്യുമോ? ചുമ്മാ ഒരു ജനറൽ നോളജിന് വേണ്ടി GK ടെസ്റ്റ് എഴുതുന്ന ആൾക്ക് ഒരു കൊല്ലം ഒരു 6 മാസം ഈ ടീ കുടിച്ചു, അതിനുശേഷം ശരി ഞാൻ ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആര് ചെയ്യും? ആരും പോയി ചെയ്യത്തില്ല. ഏതെങ്കിലും ആശുപത്രി ചെയ്യുമോ? അങ്ങനെ അവരും ചെയ്യത്തില്ല. ഒരു റീസൺ ഇല്ലാതെ ആൻജിയോഗ്രാം ചെയ്യത്തില്ല. ആൻജിയോഗ്രാം സീരിയസ് ടെസ്റ്റ് അല്ലേ, അപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് ക്വിക്ക് ഫിക്സ്. ഈ ക്വിക്ക് ഫിക്സ് എന്ന് പറയുന്ന സാധനങ്ങൾ വർക്ക് ചെയ്യുന്നതൊക്കെ ഇമാതിരിയുള്ള സാഹചര്യത്തിലാണ്. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യുന്നത് അതിൽ തെളിവുണ്ട്. എനിക്ക് 3 ബ്ലോക്കുണ്ട്, അത് ഏതെങ്കിലും ആശുപത്രി നെഞ്ചുവേദന വന്നു, ആശുപത്രി പോയി അവർ ചെയ്തു, ബ്ലോക്ക് വന്നു, ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾ മരുന്ന് കഴിക്കൂ, അല്ലെങ്കിൽ സർജറി ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റെൻറ്റ് ഇടൂ എന്നൊക്കെ എന്തെങ്കിലും പറയും. അവിടെ നിന്നാണ് ഞാൻ ഓടിപ്പോയി ഈ ക്വിക്ക് ഫിക്സ് ടീ എടുക്കുന്നത്. ഈ ടീ കഴിച്ചിട്ട് ഇത് മാറിയോ എന്ന് അറിയണ്ടേ? അതല്ലേ ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ചെയ്യാനായിട്ടുള്ള സ്കോപ്പില്ല അവിടെ. അത് അങ്ങനെ ആരും ചെയ്യത്തില്ല. അത് കാരണം ഇതാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. ആസ്മയുള്ളവർ, എനിക്ക് ആസ്മയുള്ളവരെ അറിയാം. ആസ്മ എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അത് ലോങ് ടേം മാനേജ് ചെയ്താലേ നമുക്ക് ആരോഗ്യമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതിന് പകരം ഇങ്ങനെ ആവി കൊള്ളുന്നതും കുറേ ഇതൊക്കെ മരുന്നുകളൊക്കെ ഇട്ടിട്ട് ഡിക്കോക്ഷൻ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർക്ക് ഞാൻ പറയും ഇത് അങ്ങനെയല്ല, അങ്ങനെ മാറത്തില്ല എന്ന് പറയുമ്പോൾ അവർ ഇല്ല എനിക്ക് സുഖമുണ്ട് എന്ന് അവർ അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ അവകാശങ്ങളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ വെൽനസ് ഇൻഡസ്ട്രി ഒരിടത്തിരിക്കുന്നു. അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നു, അവർ പറയാത്ത കാര്യം ഞാൻ ഫില്ല് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഫില്ല് ഇൻ ദി ബ്ലാങ്ക്സ് കൊടുക്കും. അവർ അവകാശപ്പെടാത്ത കാര്യങ്ങളും ഞാൻ പറഞ്ഞ് അത് പൂർണ്ണമാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മറ്റൊരു വലിയൊരു വിഷയം എന്നുള്ളത്. ഞാൻ ഇനി വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടങ്ങ് അവസാനിക്കാം. ഈ വെൽനസ്സിൽ ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങളുണ്ട്. 2 ഘട്ടമായിട്ട് നമുക്ക് തരംതിരിച്ച് പറയാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് വെൽനസ് ഇൻഡസ്ട്രി പുരോഗതിയുടെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആരോഗ്യത്തിനെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്ക, ആരോഗ്യത്തിനെക്കുറിച്ചുള്ള നമ്മുടെ കൺസേൺ, ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു കാലഘട്ടം, അതൊക്കെയാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇൻസെക്യൂരിറ്റി എന്നിടത്ത് നമ്മുടെ ആശങ്കകളെ മുതലെടുക്കുന്ന ഒരു ബിസിനസ് സമൂഹം രൂപപ്പെട്ടു വരുന്നു. ഇതാണ് ഒരു സൈഡിൽ വരുന്നത്. രണ്ടാമത്തത് ഈ യഥാർത്ഥ വെൽനസ് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമേഴ്ഷ്യലൈസേഷൻ മാറ്റി വയ്ക്കണം. ഈ വെൽനസ് ഇൻഡസ്ട്രി എന്നുള്ളത് മാറ്റി അതിൻ്റെ കമേഴ്ഷ്യൽ സ്വഭാവം മാറ്റിയിട്ട് അത് കമേഴ്ഷ്യൽ അല്ലാത്ത രീതിയിൽ വെൽനസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ശരിയായിട്ട് അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നന്മയുണ്ടെങ്കിൽ ആ നന്മ നമുക്ക് അനുഭവവേദ്യമാകുകയുള്ളൂ. നമുക്കത് ഉണ്ടാവണം. അതിന് തീർച്ചയായിട്ടും ഇതിൻ്റെ പുറത്തൊക്കെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടത് അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു സിവിക് റെസ്പോൺസാണ്. നമ്മളെ സാമൂഹികമായിട്ട് നമ്മൾ ഇത് ചെക്ക് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഇത് പരിശോധിക്കണം. ഇതിങ്ങനെയൊക്കെ പറയുന്ന അവകാശവാദങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് എന്തെങ്കിലും തെളിവുണ്ടോ, അവർ ഡോക്യുമെൻറ്റേഷൻ ശരിക്കും നടത്തണം. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ നമ്മൾ മുമ്പോട്ട് വയ്ക്കണം. അതിപ്പോൾ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പോൾ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. സ്ഥിരമായിട്ട് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഹെർബാലൈഫിനെ പറ്റി പറഞ്ഞുകൊണ്ട് അത് മാത്രമൊന്ന് പറഞ്ഞിട്ട് വയ്ക്കാം. ഹെർബാലൈഫ് എന്നൊരു വലിയ കമ്പനിയുണ്ട്, എല്ലാവരും കേട്ട് കാണും. അവർക്ക് വലിയ പരസ്യമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് വെൽനസിൻ്റെ അകത്ത് നടത്തുന്ന ഹെർബാലൈഫാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവർ നടത്തുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. MLM എന്ന് പറയുന്ന ടെക്നിക്കാണ്. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ 2 പേരെ ചേർക്കുന്നു, അവർ വേറെ 2 പേരെ ചേർക്കുന്നു, അവർ 2 പേരെ ചേർക്കുന്നു. ഈ ഒരു മോഡലിൽ പോകും. അപ്പോൾ എല്ലാവർക്കും കുറച്ച് കാശ് കിട്ടും. അപ്പോൾ ഞാനിപ്പം 12,000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പം എനിക്ക് ചിലപ്പോൾ 12,000 രൂപയും തിരിച്ചു കിട്ടും, ചിലപ്പോൾ എനിക്ക് 12,000 രൂപ കിട്ടും. ഇത് നഷ്ടം വന്നാലും 12,000 ഒരു 7,000 രൂപ തിരിച്ചു കിട്ടും. അപ്പം ബാക്കിയല്ലേ പോയുള്ളൂ എന്നുള്ള അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ക്ലിനിക്കിൽ പോയി അവർ ഡിക്കോഷൻ ഉണ്ടാക്കി അതിൻ്റെ ടീയോ എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പരസ്യങ്ങളില്ല. രണ്ടാമത് അവിടെ പോകുന്ന ആരും തന്നെ പരാതിപ്പെടത്തില്ല. അവരൊക്കെ അവരുടെ സ്വന്തമായിട്ടുള്ള തീരുമാനമെടുത്തിട്ട് വില്ലിങ്ങായിട്ട് പോയവരാണ്. അപ്പോൾ പരാതിപ്പെടുന്നില്ല. ഈ ചെയ്യുന്നത് കുഴപ്പമാണെന്നൊക്കെ അറിയാം. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ശക്തി അപാരമാണ്. ഇത് ഹെർബാലൈഫ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ്. അവർ പക്ഷേ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവിടെ പലരും കേട്ടിട്ടില്ലാത്ത ഒരു രാജ്യത്തിലാണ്. കേമാൻ ഐലൻഡ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവർ രജിസ്റ്റേർഡ് ഓഫീസ് ഇരിക്കുന്നത്. അപ്പോൾ അവർ കേസ് കൊടുക്കണമെങ്കിൽ അവിടെ പോയി കൊടുക്കണം. കേമാൻ ഐലൻഡ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ മാപ്പ് വെച്ച് തപ്പി നോക്കണം. ഇത് കണ്ടുപിടിച്ചാൽ തന്നെ ആ രാജ്യത്തിൻ്റെ വലിപ്പം കേമാൻ ഐലൻഡ് എന്ന് മുഴുവൻ എഴുതാൻ പറ്റത്തില്ല, അത്ര ചെറിയ രാജ്യമാണ്. അതിൻ്റെ അകത്താണ് ഈ പ്രവർത്തിക്കുന്നത്. അവിടെ ഈ ബിസിനസ്സുകൾ മാത്രം നടക്കുന്നൊരു സ്ഥലമാണ്. ആഗോള ബിസിനസ്സുകളുടെയൊക്കെ പലരുടെയും കേന്ദ്രം അവിടെ കൊണ്ടുവച്ചാണ് ചെയ്യുന്നത്. അവർ സമൂഹത്തിൽ വളരെ വളരെ അറിയപ്പെട്ടതും ഒരുപാട് സ്വാധീനമുള്ള ആൾക്കാരെയാണ് അവരുടെ സ്പോൺസറായിട്ടും ബ്രാൻഡ് അംബാസിഡറായിട്ടും കൺസൾട്ടൻ്റായിട്ടൊക്കെ വെച്ചേക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസൾട്ടൻ്റായിട്ട് അവർ വെച്ചേക്കുന്നത് ലൂയി ഇഗ്നാരോ എന്നൊരാളാണ്.
ഇഗ്നാറോ എന്ന് പറഞ്ഞാൽ IGNARRO എന്നാണ്, GH എന്നാണ് ഉച്ചാരണം, ഇഗ്നാറോ. അദ്ദേഹം 2016 മറ്റേ നോബൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രവർത്തനം കണ്ടുപിടിച്ചതിന് നോബൽ സമ്മാനം കിട്ടി. വളരെ ഗംഭീരമായിട്ടുള്ള കണ്ടെത്തലാണ് അദ്ദേഹത്തിന് കണ്ടുപിടിച്ചത്. പക്ഷേ അതിനുശേഷം പുള്ളി ഇവരുമായിട്ട് ചേർന്നിട്ട് ഈ സ്യൂഡോ സയൻസ് പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയിൽ അദ്ദേഹം ചേരുകയും അദ്ദേഹത്തിന് കോടിക്കണക്കിന് ഡോളർ കിട്ടും. ഈ കമ്പനിയുടെ പ്രോഫിറ്റിൽ 1% പുള്ളിക്ക് കിട്ടുന്നത്, 1% അത്ര കിട്ടുള്ളൂ. ഈ 1% എന്ന് പറഞ്ഞത് ഒരു 2022 മുമ്പായ 2021 ആയിരിക്കും. ആ സമയമായപ്പോഴത്തേക്ക് $1.5 മില്യൺ ആണ്. അപ്പോൾ അത് മാത്രം. അപ്പോൾ അത്രയ്ക്ക് പണമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ നോബൽ സമ്മാനം കിട്ടിയതിൻ്റെ തുകയേക്കാളും കൂടുതൽ പണം ഈ ഹെർബൽ ലൈഫിൽ നിന്ന് അദ്ദേഹം കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ അനേകം പേര് അവരുടെ അംബാസിഡേഴ്സാണ്, അവരുടെ കൺസൾട്ടൻറ്റും ഒക്കെയാണ്. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ, വിരാട് കോഹ്ലി അതിൻ്റെ ഒരു അംബാസിഡറാണ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അതിൻ്റെ അംബാസിഡറാണ്. ഇങ്ങനെ അനേകം പേരുണ്ട്. അവരുടെ ശക്തി ഭയങ്കരമാണ്. അവരൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ ഹെർബൽ ലൈഫിന് എതിരായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സ്പെസിഫിക് കംപ്ലയിൻറ്റിൽ ചെയ്തില്ല. നമുക്ക് ഇന്ത്യയിൽ പലയിടത്തും ഹെർബൽ ലൈഫ് കഴിച്ചിട്ട് മരിച്ചുപോയ ആൾക്കാരുണ്ട്. അതിൻ്റെ കണക്കുകളൊക്കെ പഠനങ്ങൾ വന്നിട്ടുണ്ട്, ഇസ്രായേലിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ പഠനങ്ങളൊന്നും വെളിയിൽ കാണിക്കാത്ത രീതിയിൽ അവർ സപ്രസ് ചെയ്യും. ഇന്ത്യയിൽ നിന്നൊരു പഠനം വന്നു. ഇന്ത്യയിൽ 2 സ്ത്രീകൾ വണ്ണം കുറയാൻ വേണ്ടി ഹെർബൽ ലൈഫ് കഴിക്കുകയും ഒരാൾ സീരിയസ് ആയിട്ടുള്ള രോഗം വന്ന് ചികിത്സിച്ച് മാറി, മറ്റൊരാൾ സീരിയസ് ആയിട്ട് രോഗം വന്ന് മരിച്ചുപോയി. ഇത് പഠിച്ചിട്ട് ഇന്ത്യയിൽ പബ്ലിക്കേഷൻ വന്നു. അത് ജേണൽ ഓഫ് ഹെപ്പറ്റോളജി എന്നുള്ള ജേണലിൽ 2020 പബ്ലിഷ് ചെയ്തു. ഈ ജേണലിൽ ഇതിലായിട്ട് ഒരു കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ജേണലിൽ ഈ ആർട്ടിക്കിൾ വിഡ്രോ ചെയ്തു, പിൻവലിച്ചു. ഇപ്പം നോക്കാം, ജേണലിൽ ആർട്ടിക്കിൾ കിട്ടത്തില്ല, അത് പിൻവലിക്കപ്പെട്ടു. അത്രയ്ക്ക് ശക്തിയുണ്ട് അവർക്ക്. അപ്പോൾ ഇതാണ് വെൽനസിൻ്റെ മറ്റൊരു വശം. വെൽനസ് ഇൻഡസ്ട്രി നമ്മൾ പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു വശം, ഒരു ഹിഡൻ വശം എന്ന് പറയുന്നത് ഇത്രയ്ക്കധികം ശക്തി അവർ ആർജിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വെൽനസ്സുകാരും അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ ചെറിയ വെൽനസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ വെൽനസ് ഇൻഡസ്ട്രി ഇത്രയും പ്രോസ്പർ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് 2015 മറ്റോ അന്ത്യോദയ് എന്നൊരു സ്കീം ഉണ്ടാക്കി. ആ സ്കീം അനുസരിച്ച് ഇന്ത്യയിൽ 1.5 ലക്ഷം വെൽനസ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ഗ്രാമപ്രദേശങ്ങളിൽ. അപ്പോൾ ഈ വെൽനസ് കേന്ദ്രങ്ങളൊക്കെ വെച്ചാൽ അവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൈമറി കെയറുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ വെൽനസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പല കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ആരോഗ്യകരമായ ജീവിതത്തിന് ആവശ്യമുള്ള എക്സർസൈസുകൾ, ന്യൂട്രീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുക. BP, ഡയബറ്റീസ്, ഇതൊക്കെ സാധാരണ ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ 1,50,000 വെൽനസ് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, വെൽനസ് സെൻ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ചെറിയ ഇതൊക്കെ വന്നിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയൊക്കെ ഇതിനുവേണ്ടി പറഞ്ഞിട്ടുണ്ട്, വെൽനസ് കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനുവേണ്ടി നിയമം റിലാക്സ് ചെയ്യപ്പോഴാണ് ഈ ഇൻഡസ്ട്രി തുടങ്ങിയത്. അപ്പോൾ ഈ അന്ത്യോദയ പ്രോഗ്രാമിൻ്റെ വെൽനസ് സെൻ്ററൊക്കെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ മാതിരിയൊക്കെ ഉള്ളൂ. അവിടെ ഈ കൂടെയുള്ളത് ഈ വെൽനസ് ക്ലിനിക്ക് നടത്തുമ്പോഴത്തേക്കും വെയിറ്റ് തൂക്കം ഒക്കെ നോക്കും, അനീമിയ ഉണ്ടോ എന്ന് നോക്കും, അയൺ ടാബ്ലറ്റ് കൊടുക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തനം നടക്കും. പക്ഷേ അതിൻ്റെ മറവിലാണ് ഈ ഹ്യൂജ് ഇൻഡസ്ട്രി ചെയ്യുന്നത്. ഇത് മറ്റൊരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ കേൾക്കാം. സാറേ, ഇന്ന് നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഈ വെൽനസ് ക്ലാസ് ഇന്നത്തെ ഏറ്റവും ശരിയായ ഒരു പഠന ക്ലാസ്സാണ്. കാരണം ഏറ്റവും സമൂഹത്തിൽ ജീർണത സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഇന്ന് ആരോഗ്യരംഗത്തുണ്ട്. ഞങ്ങൾ അതിൻ്റെയൊക്കെ അനുഭവസ്ഥരാണ്. അപ്പൊ എനിക്ക് രസകരമായൊരു ചോദ്യമുള്ളത്, കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ 3-4 ബഹുമാന്യർ, ചിലപ്പോ ഉന്നത പദവിയിൽ ഇരുന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർ, വേണമെങ്കിൽ സമൂഹത്തിൽ മാന്യനെന്നും വിദ്യാസമ്പന്നനെന്നും വിശേഷിപ്പിക്കാവുന്നവരാണ് വരുന്നത്. അപ്പൊ അവര് കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും ശാസ്ത്രത്തിന്റെയും കൂടി വാക്കുകൾ കടമെടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്നെ പോലുള്ള സമൂഹം അറിഞ്ഞറിയാതെയോ അതിലേക്ക് അടർന്നു വീഴും. ഞാൻ ചിലപ്പോ ഏതെങ്കിലും രീതിയിലുള്ള പെയിൻ അനുഭവിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എന്നൊരു ചിന്തയാണ് സമൂഹത്തിനുള്ളത്, തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ കണ്ടൊരു സംശയം, ഈ കാന്തിക ചികിത്സ, കിടക്കയിൽ കിടന്നാൽ നടുവേദന മാറും, കയ്യിൽ റിസ്റ്റ് പോലെ കെട്ടുന്നത്, അരയിൽ കെട്ടുന്നത്, ഇതൊക്കെ നിരന്തരം കെട്ടി ജീവിക്കുന്ന നിരവധി സുഹൃത്തുക്കളെ ഞാൻ കാണുകയും അവരുടെ അസുഖം ഭേദമായെന്നും മോഡേൺ മെഡിസിൻ ഒരിക്കലും ഭേദമാകില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് അത് പൂർണ്ണമായും ഭേദമായെന്നും, സ്കൂട്ടറിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത മനുഷ്യൻ ഇന്ന് സ്കൂട്ടറിലൂടെ ഓടിച്ച് എന്റെ വീട്ടിലെത്തി എന്നെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നു. അപ്പൊ എന്നിൽ കുറച്ച് കാര്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന്
എന്നിൽ ഈ വാച്ച് കെട്ടി. എന്നിട്ട് അദ്ദേഹം വാച്ച് കെട്ടുന്നതിന് മുമ്പ് എന്റെ കൈ ഇങ്ങനെ ഉയർത്താൻ ശ്രമിച്ചു. അതിനുശേഷം ഈ വാച്ച് കെട്ടിയതിനു ശേഷവും അദ്ദേഹം പിടിച്ചു ഉയർത്താൻ ശ്രമിച്ചു. അപ്പൊ അദ്ദേഹം തന്നെ അവകാശപ്പെട്ടത് കേട്ടോ, ഇപ്പൊ ഭയങ്കര ബലം, അതായത് ഈ കാന്തിക ബലമുള്ള റിസ്റ്റ് കെട്ടിയപ്പോൾ എന്റെ കൈ അദ്ദേഹത്തിന് ഉയർത്താൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനപ്പോ താഴത്തേക്ക് അമർത്താൻ ശ്രമിക്കാൻ പറഞ്ഞു. ഞാൻ ശരിക്കും താഴത്തേക്ക്, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഒന്നും അനുഭവപ്പെട്ടില്ല, സാറ് പറയുന്നത് ഇങ്ങനെ ബലമുണ്ട്, എനിക്കങ്ങനെ ഒന്നും അനുഭവപ്പെട്ടില്ല. എന്നിട്ട് ഞാൻ സാധാരണക്കാരനാണ്, ഞാൻ ചോദിച്ച് ഇതിലിപ്പോ ഈ കാന്തമുണ്ടെങ്കിൽ എങ്ങനെയാണ് എനിക്ക് ബലം വരുന്നത് ചോദിച്ചപ്പോ, കാന്തം നമ്മുടെ ശരീരത്തിലുള്ള അയൺ കണ്ടന്റിനെ പയ്യെ പ്രഷർ ചെയ്യുമ്പോൾ അത് നമ്മളിലേക്ക് കൂടുതൽ പ്രവഹിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്കതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ ചോദിച്ച്, ഈ കാന്തം അയേണിനെ ആകർഷിക്കും, പക്ഷേ അത് ബ്ലഡിലുള്ള അതിന്റെ തന്മാത്രകൾ അതിനനുസൃതമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല. അങ്ങനെ ഞങ്ങളൊരു 3-3.5 മണിക്കൂറോളം സംസാരിച്ചിട്ട് അവസാനം അദ്ദേഹം എനിക്ക് കൈ തന്നുകൊണ്ട് പറഞ്ഞത്, എന്റെ പൊന്നു സാറേ, സാറിനെ പോലത്തെ ഒരാളെ ഞങ്ങൾ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു പോയി. അവരെയൊക്കെ ഞാൻ ഇന്ന് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ ചെയ്യുന്ന വിപത്ത് വളരെ വലുതാണ്. അതിന് വിദ്യാസമ്പന്നനില്ല, അറിവില്ലാത്തവനെന്നില്ല, എല്ലാവരെയും ഒരേപോലെ ആകർഷിക്കുന്നുണ്ട്. ഇത് ഭയങ്കര അപകടമാണ്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം. ഇതുകൊണ്ട് തന്നെ എന്റെ നാട്ടിലുള്ള ഈ കാന്തിക കിടക്കയെ മുനിസിപ്പാലിറ്റി ആരോഗ്യ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട് എനിക്കത് പൂട്ടിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെ വളരെ വിരളമാണ് സാറേ. എല്ലായിടത്തും ഇത് നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ നമ്മൾ സടകുടഞ്ഞ് എഴുന്നേറ്റില്ലെങ്കിൽ ആരോഗ്യപരമായി ഇഷ്ടംപോലെ ടോണിക്കുകളുണ്ട്, ജ്യൂസുകളുണ്ട്, അത് നിരന്തരം വിറ്റുകൊണ്ട് പല അസുഖങ്ങളും മാറി എല്ലാത്തിനും ഭേദമാണെന്ന് പറയുന്ന പോലെ യോഗ പോലെ തന്നെ ഇന്ന് വിറ്റഴിക്കപ്പെടുന്നതാണ്. അപ്പൊ സാറിന്റെ ഈ ക്ലാസ് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. ഞാനിപ്പോ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായതിൽ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതൊരു പ്രശ്നമാണ്. ഈ കാന്ത ചികിത്സ പണ്ടുതൊട്ടേ ഉള്ളതാണ്. എനിക്കൊന്ന് 1940 ആരണ്ട് ഉണ്ടാക്കിയ ഒരു ആശയമാണ്. അതിനകത്ത് യാതൊരു കഴമ്പുമില്ല. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കാന്തം ശരീരത്തിൽ വെച്ചെന്ന് വെച്ചുകൊണ്ടൊന്നും സംഭവിക്കത്തില്ല. ഹീമോഗ്ലോബിൻ കാന്തത്തിലേക്ക് പോയി പിടിക്കത്തൊന്നുമില്ല, അത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു രോഗമുള്ള ആളിന് ചികിത്സ കിട്ടാൻ താമസിക്കും. ഇപ്പോൾ എനിക്ക് BP ഉണ്ടെങ്കിൽ ഈ കാന്തം വെച്ച് BP കുറയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 10 കൊല്ലം ഇരുന്ന ആൾക്കാർ പണ്ടുണ്ടായിരുന്നു. ഈ കാന്ത ചികിത്സ ഇപ്പോൾ 60കളിൽ വളരെ വള പോപ്പുലറായിരുന്നു. 60കളിൽ ഒരു കാന്തവള ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് നിന്നുപോയി. പിന്നെ ഇപ്പോൾ വന്നേക്കുന്നത് ഇപ്പോൾ ഒരാളുടെ പ്രത്യേക കാരണം കൂടെയുണ്ട്. അതിൻ്റെ കാരണം ഈ യോഗ നാച്ചുറോപ്പതിയാണ്, അവരുടെ സിലബസിൽ ഇത് ഉണ്ട്. ബാച്ചുലർ ഓഫ് യോഗ ആൻഡ് നാച്ചുറോപ്പതിയുടെ സിലബസിൽ കാന്ത ചികിത്സയുണ്ട്, അക്യുപഞ്ചർ ചികിത്സയുണ്ട്. അപ്പോൾ ഇത് തെളിവുകളുണ്ടോ എന്നുള്ള ചോദ്യം അവർ അഡ്രസ്സ് ചെയ്യുന്നില്ല. അവർ മറ്റു കാര്യങ്ങളാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഇതുകൊണ്ട് അപ്പോൾ ഇതാണ് അവർ ന്യായീകരണമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പഠിപ്പിക്കുന്നുണ്ട്, യൂണിവേഴ്സിറ്റിയല്ലേ പഠിപ്പിക്കുന്നത്. BNYS എന്നുള്ള ഡിഗ്രി അവാർഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിക്ക് UGCയുടെ അപ്രൂവലുണ്ട്, UGCക്ക് പാർലമെൻറ്റിൻ്റെ അപ്രൂവലുണ്ട്, UGC ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുകയാണ്. അപ്പം നിങ്ങളാരാ ഈ ചോദിക്കാൻ എന്നുള്ളൊരു ചോദ്യം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. നിയമപരമായിട്ട് ഉള്ള കാര്യങ്ങളെ നിങ്ങൾ എതിർക്കാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇത് ആൾക്കാർ റേസ് ചെയ്യേണ്ട ചോദിക്കുന്നതാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത് മനുഷ്യാവകാശ പ്രശ്നമാണ്. കാരണം ഒരു തെളിവുമില്ലാത്ത, തെളിവുണ്ടാക്കാൻ പറ്റാത്ത, തെളിയിക്കാൻ പറ്റാത്തതും തെളിവുകളില്ലാത്തതും ഒരുപാട് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടും പുതിയ തെളിവുകൾ ഉണ്ടാവാത്ത സാധ്യതയുള്ളതൊക്കെ ഇങ്ങനത്തെ കോഴ്സുകളിൽ നിന്നും ഘട്ടം ഘട്ടമായിട്ട് അവർ എടുത്ത് മാറ്റണം. അങ്ങനെ മാറ്റാതെ അതവിടെ നിർത്തിയിട്ട് ഇത് ശരിയാണ് എന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാവുകയും അതിൻ്റെ പിന്നാലെ ആൾക്കാർ പോവുകയും ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും. രണ്ടാമത്തത്, ഈ അടുത്ത കാലത്താണ് MLM മെത്തേഡ് വന്നത്. ഇപ്പോൾ കാന്ത ചികിത്സ ഇങ്ങനത്തെ ബെൽറ്റും ഒക്കെ ഉള്ളത് നന്നായിട്ട് കൊണ്ടുപോകുന്നത് MLM പാറ്റേണിൽ കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു കമ്പനി ഇപ്പോൾ ഉണ്ട്, MLM ആയിട്ട് വെച്ചു. അപ്പോൾ അതുകൊണ്ട് പരസ്യത്തിലൊന്നും നമ്മൾ കാണത്തില്ല. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് പല സ്ഥലങ്ങളിലുമൊക്കെ വാടകയ്ക്ക് കിട്ടും. ഈ മാഗ്നറ്റിക് ബെഡ് വാടകയ്ക്ക് കിട്ടും. 1 മണിക്കൂർ നമുക്ക് വാടകയ്ക്ക് എടുക്കാം. അപ്പോൾ എനിക്ക് പണം ഉണ്ടെങ്കിൽ കൂടി 10 ബെഡ് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഈ നടുവേദനയുള്ള ഒരാൾ അവിടെ വന്ന് 1 മണിക്കൂർ കിടന്നിട്ട് എനിക്ക് 100 രൂപ തന്നിട്ട് അല്ലെങ്കിൽ 200 രൂപ തന്നിട്ട് പോകും. അപ്പോൾ ഒരു ബെഡ് കൊണ്ടായിരിക്കും ഇങ്ങനെ എത്രയോ പൈസ ഉണ്ടാക്കാം. ഇതിൻ്റെ ഒരു രസം എന്ന് വെച്ചാൽ ഇത് കേരളത്തിൽ ഓരോ ജില്ലയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുണ്ടായി കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ അതങ്ങ് അപ്രത്യക്ഷമാകും, പിന്നെ വരത്തില്ല. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് അവർ എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അത് മിക്കവാറും 1 കൊല്ലമൊക്കെ ആകുമ്പോൾ അവരുടെ കംപ്ലയിൻറ്റ് വരും. കാര്യം നടുവേദന എന്ന് പറയുന്നത് കൂടെ വരുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഇന്നെനിക്ക് നടുവേദന വന്നു, ഇവിടെ നിന്ന് കുറേ റെസ്റ്റ് എടുക്കുമ്പോൾ പോയി എന്ന് തന്നെ വയ്ക്കുക.
പോകാം. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് വീണ്ടും വരും. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് തിരിച്ചു വന്നു എന്നൊക്കെ ഉള്ളത് പ്രയാസമാണ്. അപ്പോൾ ആ സമയമാകുമ്പോൾ അവർ ഇവിടുന്ന് ഇത് പരിപാടി മതിയാക്കി വേറൊരിടത്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയാണ് ഒരുപാട് ചികിത്സകൾ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഓട്ടിസം ചികിത്സിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് വന്നിരുന്നു. ആൾ ഞങ്ങളെ കൂടെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം അയക്കും ഇങ്ങനത്തെ ഡിഗ്രികളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഗുണമുണ്ടായത്. അപ്പോൾ അയാൾ ഫ്രോഡാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് തടയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും നിൽക്കണം. പക്ഷേ എല്ലാവരും നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിനൊക്കെ നിയമം കുറച്ചുകൂടെ നടപ്പിലാക്കണം എന്നുള്ളത്. സിവിക് റെസ്പോൺസ് അനുസരിച്ച് ഉണ്ടാവണം. അതുണ്ടാവുന്നില്ല. ഇപ്പം നമ്മുടെ കണക്കുകളെടുത്ത് നോക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം നമ്മുടെ MLA-മാരും മറ്റേ അവരൊക്കെ ഇതൊക്കെ അംഗീകരിക്കുന്നവരാണ്. മറ്റു ചില ആൾക്കാരൊക്കെ അടുത്ത കാലത്ത് അക്യുപഞ്ചറിനെ പറ്റി ഒരു ചർച്ച വന്നപ്പോഴത്തേക്ക് ഒരാൾ ചോദിച്ചത് ഇതൊരു തൊഴിൽ പ്രശ്നം കൂടെ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തൊഴിൽ അയക്ക് മാത്രമാണല്ലോ, ബാക്കിയുള്ളവർക്ക് തൊഴിലില്ല. അവർ ജീവിതം ഇപ്പോൾ എല്ലാവരും വായിച്ചു കാണും. 2 സ്ത്രീകൾ അക്യുപഞ്ചർ പ്രസവം നടത്തി മരിച്ചുപോയി. ഈ മരിച്ച സ്ത്രീകൾക്ക് തൊഴിൽ പ്രശ്നമല്ല, അവർക്ക് തൊഴിലല്ലല്ലോ. അവർ പ്രസവിച്ചപ്പോൾ അവരുടെ പ്രസവം സുരക്ഷിതമായണമെന്നും അവരുടെ മനുഷ്യാവകാശം നടക്കുകയും ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഈ 2 സ്ത്രീകൾ മരിച്ച 2 സ്ത്രീകൾക്കും ഇന്ത്യയിൽ ആര് പ്രധാനമന്ത്രിയാകണം എന്നുള്ളതിന് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷെ അവരുടെ ചികിത്സ എവിടെ ചെയ്യണമെന്ന് പറയാൻ അവകാശമില്ല. അപ്പോൾ അമ്മാതിരിയുള്ള വലിയ സങ്കീർണമായിട്ടുള്ള ഭീകരമായ പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് അതുമാത്രമല്ല, നമ്മളോടൊത്ത് ജീവിക്കുന്ന നമ്മളെക്കാളും കൂടുതൽ ജനസംഖ്യയുള്ള സ്ത്രീകൾക്ക് അവരുടെ ആരോഗ്യം നോക്കാതിരിക്കാനായിട്ട് വേണ്ടിയുള്ള ക്രൂരത നമുക്ക് എവിടെ നിന്ന് കിട്ടി? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. അതൊക്കെ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നമാണ്. അതൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഈ മറ്റേ മാഗ്നറ്റിക് തെറാപ്പി എന്നൊക്കെ പറഞ്ഞാലും അവർ ആശുപത്രിയിൽ പോയി അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്ത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കുറച്ച് പ്രശ്നമുണ്ടല്ലോ. അതൊക്കെ ഒഴിവാക്കി കിട്ടും. നേരെ ഒന്നുമില്ല, നേരെ പോയി 100 രൂപയ്ക്ക് അവിടെ കയറി കിടന്നാൽ മതി മാഗ്നറ്റിക്, അല്ലെങ്കിൽ 5000 രൂപ കൊടുത്തൊരു ഇത് കൊടുത്താൽ മതി. മൊത്തത്തിലുള്ള ചികിത്സയിലുള്ള പൈസ കുറയും. അപ്പോൾ ഇത് മാറണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പം ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ചികിത്സിക്കുന്നതിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഉണ്ട്. അത് വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്കിപ്പം ഒരു ജീവിതശൈലി രോഗമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രമേഹമുണ്ട്, ഇതിൻ്റെ ചികിത്സയ്ക്കുള്ള ചിലവ് ആര് വഹിക്കും എന്നൊരു ചോദ്യമുണ്ട്. ഇത് ഞാൻ തന്നെയാണ് വഹിക്കേണ്ടതെങ്കിൽ എനിക്ക് അത്ര പണമില്ല, എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനത്തെ ചികിത്സയ്ക്ക് പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് കുറച്ചുകൂടെ ഈ ചികിത്സയിലേക്ക് ഇടപെടുകയും ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കുറയ്ക്കണം. നമുക്ക് ചില കണക്കുകളുണ്ട്. ഉദാഹരണത്തിന് ക്യാൻസർ വന്നു കഴിഞ്ഞ ആൾക്കാർക്ക്, ക്യാൻസർ ബാധിച്ച ജനങ്ങളെല്ലാവരും ക്യാൻസർ ഇപ്പോൾ നല്ലതായിട്ട് ചികിത്സിച്ച് മാറ്റാം. അതിനകത്ത് 25 മുതൽ 40% പേര് വരെ ദാരിദ്ര്യവൽക്കരിക്കപ്പെടുന്നുണ്ട്. നേരത്തെ ദാരിദ്ര്യമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റും, യാത്ര ചെയ്യാൻ പറ്റും. അവർ പെട്ടെന്ന് ചികിത്സ കഴിയുമ്പോൾ ദരിദ്രരായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ ദാരിദ്ര്യവൽക്കരണം നടക്കുന്നവരെ സംരക്ഷിക്കാനായിട്ട് എന്താണ് മാർഗം? അതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇമാതിരിയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരേണ്ടത്. അവിടെയൊക്കെ ഫൈനലി എക്കണോമിക്സ് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. അതെങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞു. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചിലർ പറയുന്നത് ഞങ്ങൾ ശരീരവും മനസ്സും എല്ലാം കൂടെ ചേർത്താണ് പറയുന്നതെന്നാണ്. സത്യത്തിൽ ശരീരവും മനസ്സും കൂടെ ചേർത്ത് പറയുന്നതിന് ശാസ്ത്രം എന്നാണ് പറയുന്നത്, സയൻസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സയൻസിലാണല്ലോ ഇതെല്ലാം ഉള്ളത്. സയൻസാണല്ലോ സൈക്കോളജി ഉണ്ടാക്കിയതും സൈക്കോമെട്രിക് അനാലിസിസ് ഉണ്ടാക്കിയതും എല്ലാം സയൻസ് തന്നെയാണ്. അതെല്ലാം കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതാണ് എൻ്റെ ഹോളിസ്റ്റിക് എന്ന് പറയുന്നത്. രോഗമില്ലാത്തവർക്ക് രോഗം വരാതിരിക്കാനുള്ള പ്രവർത്തനം ഹോളിസ്റ്റിക് അല്ലേ? ഇപ്പോൾ നമ്മൾ സാനിറ്റേഷൻ, ഈ ഓട ഉണ്ടാക്കുന്നു, ഓട ക്ലീൻ ചെയ്യുന്നു, അതൊരു തരം രോഗം മാറ്റുന്നില്ല. രോഗം മലേറിയയും ഫൈലിയയൊക്കെ വരാതിരിക്കാനായിട്ട് നല്ല ഓട ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അതിനൊന്നും വൈദ്യശാസ്ത്രമായിട്ട് ബന്ധമില്ല. വൈദ്യശാസ്ത്രത്തിന് പുറത്താണ് പല കൊതുകിനെ കൊല്ലുന്നത്. ഹോളിസ്റ്റിക് പ്രവർത്തനമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഹോളിസ്റ്റിക് എന്ന് പറയുന്നത് കുറച്ച് എന്തെങ്കിലും പ്രോഡക്റ്റ് കൊടുക്കുന്ന മാത്രമാണെന്ന് പറഞ്ഞ് അങ്ങനെ ആൾക്കാരെ വിശ്വസിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആൾക്കാരെ വിശ്വസിപ്പിച്ചവരുടെ കുറ്റമാണോ വിശ്വസിച്ചവരുടെ കുറ്റമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. എൻ്റെ പേര് സുധീറിൻ്റെ പേര് നായർമ്പലം. നന്ദമൂർ സാറ് നല്ലൊരു സബ്ജക്റ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇപ്പൊ അവസാനമായി പറഞ്ഞത് ഹെർബലൈഫ് എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ്, അപ്പോൾ സ്പൈറുലിന എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട്. സ്പൈറുലിന കേൾക്കുന്നുണ്ട് സാറ്? കേൾക്കുന്നുണ്ടോ? സ്പൈറുലിന. പിന്നെ വേറൊരു ഗാനോഡർമ എന്ന കൂണിന്റെ. ഇവര് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വ്യക്തമായ തെളിവ് സഹിതമാണ് അവർ പ്രൊഡക്റ്റുകൾ അവതരിപ്പിക്കുന്നത്. അതായത് ഹെർബലൈഫ് എടുത്തു നോക്കുകയാണെങ്കിൽ
ഡെയിലി അലവൻസ് കഴിക്കേണ്ട വിറ്റാമിൻസ് എത്രയാണെന്നും അതിൽ ഇത് എത്ര അടങ്ങിയിട്ടുണ്ടെന്നും അതൊക്കെ കണക്ക് വെച്ചാണ് അവർ കൊടുക്കുന്നത്. പ്രോട്ടീൻ, ഡെയിലി പ്രോട്ടീൻ, വിറ്റാമിൻസ്, അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻസ്, മിനറൽസ്, അത്യാവശ്യം ഫൈറ്റോ കെമിക്കൽസ്, ഇതെല്ലാം ചേർത്തുകൊണ്ട് അവർ വെക്കണത്. അതൊരു വാദമായിട്ട് തന്നെയാണ് അവർ പറയുന്നത്. കറക്റ്റാണ് പറയുന്നത്. സാറ് പറഞ്ഞ് ഈ വിരാട് കോഹ്ലി, അതുപോലെ തന്നെ ഈ റൊണാൾഡോ അല്ലെ, റൊണാൾഡോ, മേരികോം ഒരു അംബാസഡറാണ് അവരുടെയൊക്കെ പറയാം. അപ്പൊ ഈ വ്യക്തമായ തെളിവ് സഹിതമാണ് അവര് പ്രൊഡക്റ്റ് ഇറക്കുന്നതും പ്രൊഡക്റ്റിന്റെ പുറത്ത് അത് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് എത്ര ആൾക്കാർക്ക് അത് ഉപയോഗപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കണം. കുറെ പേർക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ വെയിറ്റ്, അവർ പറഞ്ഞത് വെയിറ്റ് കുറക്കുവാന്ന പ്രൊഡക്റ്റ് അല്ല, വെൽനസ് പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയണം. ആ പ്രൊഡക്റ്റ് ഹെർബലൈഫിന്റെ ഞാൻ കഴിച്ചിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞത്. പക്ഷെ നല്ലൊരു ജ്യൂസാണ്, ടേസ്റ്റിയാണ്, അതൊക്കെ വേറെ കാര്യം, കാശ് കൂടും. പക്ഷെ മറ്റൊരു കാര്യം എന്നുണ്ടെങ്കിൽ അതിൽ ഈ ഘനലോഹങ്ങൾ ചേർക്കുന്നു എന്നൊരു ഘനലോഹങ്ങൾ, ഹെവി മെറ്റൽസ് ചേർക്കുന്ന ഒരു പ്രവണത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടാവും. കാണുന്നത് അതല്ല ഈ നമ്മുടെ ആയുർവേദം അല്ല, സിദ്ധ മെഡിസിനിൽ ഭസ്മം അതിലും ചേർക്കുന്നുണ്ട് ഈ ഹെവി മെറ്റൽസ്. അപ്പൊ ഈ സ്പൈറുലിന, ഗാനോഡർമ, ഈ ഹെർബലൈഫ് എന്നതിനെ കുറിച്ച് പ്രൊഡക്റ്റുകളുടെ ആധികാരികത വല്ലതുണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞത് നന്നായിരിക്കും. ഇത് ഒരു പ്രോഡക്റ്റ്, ഈ ഹെർബൽ ലൈഫിലെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ റെക്കമെൻഡ് ഡെയിലി അലവൻസ് ന്യൂട്രീഷൻ്റെ അതാണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് രോഗങ്ങളൊന്നും മാറത്തില്ല. അതുകൊണ്ട് വെയിറ്റ് റിഡക്ഷനും വരത്തില്ല. വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാകുന്ന ഡയറ്റ് കൊണ്ടാണ്. ഹെർബൽ ലൈഫ് ആവശ്യപ്പെടുന്നത് ഒരു പെർട്ടിക്കുലർ ഡിക്കോക്ഷൻ രാവിലെ കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കപ്പ് ചായയോ ഒരു ഡിക്കോക്ഷൻ, അത് അവരുടെ ക്ലിനിക്കിൽ പോയി കഴിക്കാം. പിന്നെ നമുക്ക് വാങ്ങിച്ചത് നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കാം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇത് എന്ത് കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നാൽ നിങ്ങളുടെ വണ്ണം കുറയും. അതിന് ഹെർബൽ ലൈഫ് 5000 രൂപയുടെ ടോണിക്ക് വാങ്ങിക്കണമെന്നൊന്നുമില്ല. അവിടെയാണ് പ്രശ്നം. രണ്ടാമത്തത്, ഇങ്ങനെ വിഡ്രോ ചെയ്യുക, അതിനകത്ത് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നൊന്നും ആർക്കും അറിയാൻ പാടില്ല. അവർ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ടെന്നുള്ളതും സത്യമാണ്. എന്ന് വെച്ചാൽ അവർ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഈനാറെ പോലുള്ള വലിയ നോബൽ സമ്മാനം കിട്ടിയ ആൾക്കാരെയൊക്കെ വെച്ചാണ് ലാബറട്ടറിയിൽ വെച്ചാണ് കുറേ ഡിക്കോക്ഷനുകൾ ഉണ്ടാക്കുന്നത്. അത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഈ പോസ്റ്റ് എക്സ്പോഷർ ടെസ്റ്റുകൾ നടത്തണമല്ലോ, അതൊന്നും അവർ ചെയ്തിട്ടില്ല. ഇതുകൊണ്ട് ഫലപ്രാപ്തി ഉണ്ടെന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. ഇതിനകത്ത് ഒരു പ്രോഡക്റ്റിൻ്റെ അകത്ത് ഇന്ന റെക്കമെൻഡ് ഡെയിലി അലവൻസ് ഉണ്ടെന്ന് പറയുന്നത് ഹെർബൽ ലൈഫാണ്. അത് കഴിച്ച ആൾക്കാർക്ക് ഇന്ന ഗുണമുണ്ടായെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് അവരാ പറയുന്നത്. അത് അനുഭവസാക്ഷ്യമാണ്. അനുഭവസാക്ഷ്യം ശാസ്ത്രത്തിൽ ഒരു തട്ടിൽ ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിക്കാമെന്നല്ലാതെ ശാസ്ത്രീയ മാനം അതിന് കിട്ടത്തില്ല അനുഭവസാക്ഷി കൊണ്ട്. അങ്ങനെയാണെങ്കിൽ കൃപാസനം പത്രമല്ലേ ഇന്ത്യ കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സാധനം അതല്ലേ. ഒരു തലവേദന ഉണ്ട്, കൃപാസനം പത്രം ഒട്ടിച്ചാൽ മതി. കൃപാസനം പത്രം വയറിലൊട്ടിച്ചിട്ട് ഗർഭമുണ്ടായ ആൾക്കാരുണ്ട് കേരളത്തിൽ. കൃപാസനം പത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അമ്മ പ്രാർത്ഥിച്ചപ്പോൾ മകൾക്ക് ജോലി കിട്ടി. ഇങ്ങനത്തെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റും. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വളരെ ഹെർബൽ ലൈഫ് അല്ലെങ്കിൽ സേഫ് അല്ല. കാരണം വെച്ചാൽ അവിടെ ഇവിടെ ഡെത്ത് ഉണ്ടാകുന്നുണ്ട്. അത് ഡെത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ പോകുന്ന ആൾക്കാരുടെ വില്ലിങ്നെസ് കൊണ്ട് പോകുന്ന കാരണം അവർ ഒരിക്കലും പരാതി പറയത്തില്ല. അവർക്ക് കാരണം അതിൻ്റെ അകത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടുന്നുണ്ട്, നഷ്ടം വരുന്നില്ല. പിന്നെ അവരുടെ ഇതിലേക്ക് ചേർക്കുന്ന അവരുടെ ബന്ധുക്കളെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരാതി പറയാൻ ഒക്കത്തില്ല. ഇപ്പം ഞാൻ ഹെർബൽ ലൈഫിൻ്റെ ഒരു ചാനൽ പാർട്ണർ ആണെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചാണ് കയറ്റുന്നത്. അതിൻ്റെ അകത്തേക്ക് അവരുടെ സുഹൃത്തുക്കളെ വിളിച്ചു കയറ്റും. അങ്ങനെ ഒരു വശമുണ്ട്. അതും ഒരു സങ്കീർണമായിട്ടുള്ള സാമൂഹിക വശമാണ്. പിന്നെ ഇതൊക്കെ തെളിവുണ്ടോ എന്ന് വെച്ചാൽ തെളിവൊന്നുമില്ല. ആ കൂടെ ഉള്ളത് അവർ റെക്കമെൻഡ് ഡെയിലി അലവൻസ് എന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ശരിയാണ്. അതാണ് അവർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ഈ സീബീഡിൻ്റെ അകത്ത് കുഴപ്പമുണ്ടോ, ദീർഘകാലം കഴിച്ചാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാമെന്നുള്ളത് പല സ്ഥലങ്ങളിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയാമെന്നുള്ളത് പല സ്ഥലങ്ങളിലും റിപ്പോർട്ടുകളെ അവർ പിൻവലിക്കാനായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ചെയ്ത ജേർണലുകളെ കൊണ്ട് പിൻവലിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ തെളിവുണ്ട്. ഇതിലൊക്കെ അവർ അതിഭീകരമായ വക്കീൽമാരെ കൊണ്ട് 100 കോടി രൂപയ്ക്കാണ് കോമ്പൻസേഷൻ ചോദിക്കുന്നത്. നിങ്ങൾ തെളിയിച്ചില്ലെങ്കിൽ 100 കോടി രൂപ തരണം. അപ്പോൾ അവരെന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും. ഇതിനുള്ളിൽ പുറകെ നടക്കാൻ പറ്റുമോ? സാധാരണ ഒരാളിന് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊക്കെ സിവിക് റെസ്പോൺസാണ് ഇതിനകത്ത് ഉത്തരവായിട്ടുള്ളത്. അവർക്ക് ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ, ഇഷ്ടമല്ലെങ്കിൽ നടക്കട്ടെ. അങ്ങനെയാണ്.